ശുദ്ധനും നിത്യനും നീതിമാനും ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ, पवित्र परमेश्वर यीशु मसीह में हमें प्यार करने वाला हमारा स्वर्गीय पिता, ഈ അനുഗ്രഹീതമായ പകൽക്കാലത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. आशीष भरा हुआ अच्छे दिन के लिए हम आपको धन्यवाद और स्तुति करते हैं। വീണ്ടും ഞങ്ങളുടെ കർത്താവേ ശ്രീമല്യ പാദപീഠത്തിൽ കർത്താവേ വർഷത്തിന്റെ ആദ്യത്തെ മാസത്തിന്റെ അവസാന ദിവസം അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. एक बार और आपके चरणों में आके इस साल के पहले महीने के आखिरी दिन में आपको आराधना और स्तुति करने के लिए हमारे जीवन के अंदर दिया കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഒരു മാസക്കാലം കർത്താവേ, കഴിഞ്ഞ സംഭവകരമായ ഒരു വർഷക്കാലം മുഴുവൻ ദൈവം ഞങ്ങളെ കർത്താവേ ഹാലലിയ പരിപാലിച്ചു. അവിടുത്തെ ദയാവിശ്വസ്തത എല്ലാം ദീർഘിപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. पिछले पूरे साल आपने हमें संभाला, इसलिए हम धन्यवाद करते हैं प्रभु। കർത്താവ് എപ്പോഴും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ സ്തുതിക്കുവാൻ, നന്ദി കരയേറ്റുവാൻ, പാടുവാൻ, ആരാധിപ്പാൻ, ദൈവവചനം ശ്രവിപ്പാനൊക്കെയും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. आपके चरणों में हमें पूरी तरह समर्पण करते हैं प्रभु। आपको आराधना और स्तुति करने के लिए हमारे अंदर सामर्थ्य डालिए। അടിയങ്ങളോടുകൂടെ കർത്താവെ സ്തോത്രം ആരാധിക്കുന്ന കർത്താവെ അല്ലെ മൾട്ടിമീഡിയകൾ കർത്താവെ വിധമായ മീഡിയകൾ കൂടെയൊക്കെ ഞങ്ങളോടുകൂടെ ചേർന്ന് ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. हमारे साथ आराधना करने वाला हर एक मीडियाओं के द्वारा हमें सुनने वाले हर एक लोगों को आपके हाथ में समर्पित। അടിയങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്ന അതേ ദൈവ സാന്നിധ്യം കർത്താവെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലെ കർത്താവെ പ്രത്യേകാല ഓരോ വ്യക്തികളും മേലും വ്യാപരിക്കണമേ. ഉത്സാഹത്താലും ഉന്മേഷത്താലും എല്ലാവരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. आपकी पवित्र आत्मा की सामर्थ्य हमारे बीच में प्रभु हर एक के बीच में होने पाए। കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. हर किसी को आशीष करिए। അടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण करें। പ്രാർത്ഥന കടനാലെ സ്തോത്രം आपने ചെയ്യുന്നു. हमारी प्रार्थनाओं को सुन लिया, इसलिए धन्यवाद। ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപ തോന്നണമേ സ്വർഗീയ നല്ല यीशु പിതാവേ. मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करिए हमारे स्वर्गीय पिता। ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ചില പാട്ടുകൾ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ പകൽക്കാലം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞങ്ങളെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഇതെല്ലാം നോക്കി ഞങ്ങളോട് കൂടെ ചേർന്ന് ഒരുമിച്ച് പാടി. Praise the Lord. Hallelujah. You deserve the glory and the honor. Lord, we lift our hands in worship as we praise your holy name. You deserve the glory and the honor. Lord, we lift our hands in worship as we praise your holy name. For you are great, your miracle so great. There is no one else like you. There is no one else like you. For you are great, for you are great, your miracle so great. There is no one else like you. There is no one else like you. നിൻ സന്നിധിയിൽ പൂർണ്ണഹൃദയമോടെ ഞാൻ അങ്ങയെ ആരാധിക്കും. മരുനാഥ, നിൻ സന്നിധിയിൽ പൂർണ്ണഹൃദയമോടെ ഞാൻ അങ്ങയെ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ,
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. देते यीशु को अपने हाथों को उठाकर आराधना करते हम, देते यीशु को अपने हाथों को उठाकर आराधना करते हम. यीशु है महान, यीशु करता अद्भुत काम, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. यीशु है महान, यीशु है महान, यीशु करता अद्भुत काम, यीशु जैसा कोई नहीं, यीशु जैसा कोई नहीं. तुझी कृपा तिरे महिமை உமக்கே, எங்கள் கரங்களை உயர்த்தி உம்மை என்றும் ஆராதிப்பேன். துதிக்கு பாத்திரர் மகிமை உமக்கே, எங்கள் கரங்களை உயர்த்தி உம்மை என்றும் ஆராதிப்பேன். நீ பெரியவர், அற்புதங்கள் செய்பவர், உம்மை போல யாருமில்லை, உம்மை போல யாருமில்லை. நீ பெரியவர், பெரியவர், அற்புதங்கள் செய்பவர், உம்மை போல யாருமில்லை, உம்மை போல யாருமில்லை. நீர் பெரியவர், அற்புதங்கள் செய்பவர், உம்மை போல யாருமில்லை, உம்மை போல யாருமில்லை. இயேசு பெரியவர், நீர் பெரியவர், அற்புதங்கள் செய்பவர், உம்மை போல யாருமில்லை, உம்மை போல யாருமில்லை. தேவகரங்களை ஒப்பு கொடுத்து சில பாடல்களை பாடி நாம் தொடர்ந்து ஹல்லேலூயா ஆண்டவரை துதிக்க போகிறோம். எல்லாரும் ஹல்லேலூயா ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ പകൽക്കാലം മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. कुछ गाना गाते हुए परमेश्वर की स्तुति और आराधना करेंगे. हालेलुया.
आराधना के योग्य यीशु, आराधना की सामर्थी यीशु, हालेलुया, आराधना की योग्य यीशु, आराधना की सामर्थी यीशु, मेरे आयु के पूरे आपसे ही प्रेम करूंगा, मेरे आयु के पूरे आपसे ही प्रेम करूंगा, आराधना के योग्य यीशु, आराधना की सामर्थी यीशु, फिर से बोलो आराधना के योग्य यीशु, आराधना की सामर्थी यीशु, आनंद राज को करने, आनंद राज को करने फिर से आएंगे वो, आनंद राज को करने फिर से आएंगे वो, वायदा किया है यीशु ने, वायदा को पूरे करेंगे, वायदा किया है रे यीशु ने, वायदा को पूरा करेंगे, आराधना की योग्य यीशु, आराधना की सामर्थी यीशु, हालेलुया, आराधना की योग्य यीशु, आराधना की सामर्थी यीशु, मेरे आयु के पूरे आपसे ही प्रेम करूंगा, मेरे आयु के पूरे वो आपसे ही प्रेम करूंगा, आराधना के योग्य यीशु, आराधना की सामर्थी यीशु, हालेलुया, आराधना के योग्य यीशु, आराधना की सामर्थी यीशु, हालेलुया, आराधना के योग्य यीशु, आराधना की सामर्थी यीशु। Thank you, Lord. ആരാധനയ്ക്ക് അവൻ മാത്രം യോഗ്യൻ. Hallelujah, आराधना के Hallelujah. योग्य खाली हमारे प्रभु है, സകലമാനത്തിനും Hallelujah. മഹത്വത്തിനും കർത്താവ് മാത്രം യോഗ്യൻ. सारे आदर और महिमा के योग्य यीशु ही है, ഈ പകൽക്കാലം കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നമുക്ക് അവന് आमीन। അർപ്പിക്കാം. और Praise सुबह the के Lord. समय जो उनको आराधना देना है वो उनको दीजिए, Hallelujah। ആരാധനയിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ, സമർപ്പണത്തിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ. आराधना से और हमारे पूरे समर्पण से परमेश्वर को वो जो आदर प्रकट होने पाए। ഹാലലിയ, നമുക്കൊരു തമിഴ് പാട്ട് പാടാം. ഹാലലിയ, तमिल गीत को हम गाएंगे। പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ദേശത്തെ. ഹാലലിയ, അവകാശമാക്കിയെടുക്കുവാൻ, ജനങ്ങളെ അവകാശമാക്കുവാൻ, നശിച്ചുപോകുന്ന ആത്മാക്കളെ അവകാശമാക്കുവാൻ. ഹാലലിയ, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പൊഴിയണമേ എന്ന അർത്ഥം വരുന്ന ഒരു തമിഴ് പാട്ട്. ഹാലലിയ, Hallelujah। ഊറ്റപ്പെട വേണ്ടുമേ മഹിമേ அப்படின்னு சொல்லி എന്ന് പറയുന്ന ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി അല്ലേ പകൽക്കാലം കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. Thank you, Lord Jesus. Praise you, glory to Jesus, hallelujah.
அபிஷேகம் ஊற்றுமே அனல் கொண்டு உமக்காக எழும்பிட வல்லமை வல்லமை தாருமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் அபிஷேகம் ஊற்றுமே அனல் கொண்டு உமக்காக எழும்பிட ஊற்றிடுமே உம் வல்லமையை இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உம் அக்கினியே இந்த நாளில் எங்கள் மீது வல்லமையோடு ஊற்றிடுமே உம் வல்லமையை இந்த நாளில் எங்கள் மேலே ஊற்றிடுமே உம் அக்கினியே இந்த நாளில்
അഭിഷേകത്തിൻ്റെ അളവ് കർത്താവ് ഈ അവസാന നാളുകളിലും കർത്താവ് ഞങ്ങളുടെ മേലെ ഒഴുകുമാറാകണമേ. आमीन। इस आखिरी दिन में भी उस पुराने काल में अपने प्रेरितों के ऊपर जैसे आपने अभिषेक को डालेगा प्रभु, उस अभिषेक आज भी हमारे ऊपर वो डालने അവയെ ആത്മാക്കളെ വെട്ടിപ്പിടിപ്പാൻ, ഹല്ലേലൂയ, സ്വർഗരാജ്യം നിറയ്ക്കുവാൻ പുതിയ അഭിഷേകത്താൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവ്. आत्माओं को पाने के लिए और आपके स्वर्ग राज्य को भरने के लिए हमारी सहायता करिए प्रभु। ഹല്ലേലൂയ. വീണ്ടും നമുക്കൊരു മലയാള പാട്ട് കൂടെ പാടാം. ഒരുമിച്ച് പാടി ആരാധിക്കും ഞാൻ കർത്താവിനെ. ആമേൻ. ഹല്ലേലൂയ. സ്തുതിച്ചിടും ഞാൻ യേശുവിനെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് പൗലോസും ശീലാസും ഒക്കെയും അല്ല പ്രതികൂലങ്ങളിലായിരുന്നപ്പോൾ അവരാരാധിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവ് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ വിടുവിച്ചു. പകൽക്കാലവും കെട്ടുകളിൽ ബന്ധനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും വിടുവിക്കപ്പെടുവാൻ ഒരുമിച്ച് നമുക്ക് ആരാധിക്കും ഞാൻ കർത്താവിനെ, സ്തുതിച്ചിടും ഞാൻ യേശുവിനെ. ഓ ആരാധിക്കും ഞാൻ കർത്താവിനെ, സ്തുതിച്ചിടും ഞാൻ യേശുവിനെ. എന്റെ ജീവനുള്ള കാലമെല്ലാം ഞാൻ യേശുരാജനെ ആരാധിക്കും. എന്റെ ജീവനുള്ള കാലമെല്ലാം ഞാൻ യേശുരാജനെ ആരാധിക്കും. ആരാധന
വാതിലുകൾ തുറന്നു കടവറയിൽ നിന്നും പുറത്തു വന്നു. ഓ ആരാധന ആരാധന ദാവീദിൻ പുത്രന് ആരാധന 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 വീരനം ദൈവത്തിന് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന രാജാധിരാജന് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന നിത്യപിതാവിന് ആരാധന 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 ദാവീദിൻ പുത്രന് ആരാധന 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 വീരനം ദൈവത്തിന് ആരാധന 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 രാജാധിരാജന് ആരാധന 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 നിത്യപിതാവിന് ആരാധന അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ഞങ്ങള പൊട്ടി ബന്ധനമഴിഞ്ഞു കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വന്നു ഞങ്ങള പൊട്ടി ബന്ധനമഴിഞ്ഞു കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വന്നു. ഓ ആരാധന ആരാധന ദാവീദിൻ പുത്രന് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന വീരനം ദൈവത്തിന് ആരാധന ഓ ആരാധന ആരാധന രാജാധിരാജന് ആരാധന 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 നിത്യപിതാവിന് ആരാധന 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 ദാവീദിൻ പുത്രന് ആരാധന 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 വീരനം ദൈവത്തിന് ആരാധന 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 രാജാധിരാജന് ആരാധന 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 നിത്യപിതാവിന് ആരാധന 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 ദാവീദിൻ പുത്രന് ആരാധന 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 വീരനം ദൈവത്തിന് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന രാജാധിരാജന് ആരാധന 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 നിത്യപിതാവിന് ആരാധന. രാജാധിരാജനെ ആരാധിക്കാം. നിത്യപിതാവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രൻ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇത്രയും അങ്ങേ സ്നേഹിച്ചാൽ പോരെ കർത്താവേ, ഇനിയും അധികമായി അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ജീവനേക്കാളും കർത്താവേ, ഞങ്ങളുടെ സർവസ്വവും അധികമായി കർത്താവേ അങ്ങേ സ്നേഹിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മേൽ കർത്താവേ അഭിഷേകം പറഞ്ഞ ശക്തി പകരണമേ. ഞങ്ങളുടെ ഉത്സാഹത്തിന്റെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ പകൽക്കാലം നമുക്ക് കണ്ണുകളെ മൂടി മൗനമായ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും സ്നേഹിച്ചാൽ പോരാ എന്നുള്ളതായ ഈ മലയാളം പാട്ട് ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Praise the Lord. Hallelujah. Thank you, Lord Jesus. Hallelujah. Praise the Lord. Yeshu Rajave. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. എനിക്കുള്ള
എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി ഞാനെന്നും അങ്ങേ യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ എത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധനയും യോഗ്യനായവനെ നമുക്ക് ആരാധിക്കാം. യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ, ഇവിടുത്തെ സാമീപ്യത്തിൽ യേശുവേ ആരാധ്യനേ, യേശുവേ അങ്ങാരാധ്യനേ, worship Lord Jesus, we praise you. യേശുവേ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധ്യനേ, അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. ആരാധ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടുത്തെ സ്തുതിക്കാം.
നമുക്ക് നമ്മുടെ തിരുവചനത്തിലൊരു ഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം. കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി ഏത് ഭാഷയിലുള്ള ബൈബിൾ ഉണ്ടെങ്കിലും തുറന്ന് വെച്ചുകൊള്ളുക. സാംസ് നമ്പർ 1. Praise you, Jesus. Hallelujah. Glory to Jesus. अपने पास भजन पवित्र शास्त्र है तो आप उसको खोल दीजिए. भजन संहिता में से एक भाग को हम पढ़ेंगे. भजन संहिता 1 अध्याय बच्चे यहाँ पे आपके लिए पढ़ाया जाएगा. Psalm 1. Blessed is the man who walks not in the counsel of the ungodly, nor stands in the path of sinners, nor sits in the seat of the scornful. But his delight is in the law of the Lord, and in his law he meditates day and night. He shall be like a tree planted by the rivers of water, that brings forth its fruit in its season, whose leaf also shall not wither, and whatever he does shall prosper. The ungodly are not so, but are like the chaff which the wind drives away. Therefore the ungodly shall not stand in the judgment, nor sinners in the congregation of the righteous. For the Lord knows the way of the righteous, but the way of the ungodly shall perish. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സൽസംഗീതത്തിൻ്റെതായ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയത്തോളം നമ്മളെ അത്ഭുതകരമായി കഴിഞ്ഞ നാളുകളിലെല്ലാം നടത്തുവാനിടയായി. 2021 ഒരു മാസം മുഴുവനും അല്ലേ കർത്താവ് നമുക്ക് നല്ലവനും വല്ലഭനുമായി നമ്മോട് കൂടെ ഇരുന്നു. 2021 में भी परमेश्वर हमारे साथ अच्छा और भला बन के हमारे साथ बने रहा. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം മതിയായവനായിരുന്നു. हर एक जरूरतों के लिए परमेश्वर हमें पूर्ति किया. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പകൽക്കാലം പാടുമ്പോൾ പറഞ്ഞത് ആരാധ്യൻ, ഹല്ലേലൂയ, യേശുവേ നീ ആരാധ്യൻ എന്ന് പറഞ്ഞു പാടിയത്. इसलिए हमने गाना भी गाया है कि परमेश्वर आप आराधना के योग्य है. ഹല്ലേലൂയ. എല്ലാ നന്മകളും നമുക്ക് ധാരാളമായി നൽകി തന്നത് കർത്താവാണ്. हर एक आशीष परमेश्वर ने हमें दिया है. നാം സ്നേഹിക്കുന്നത് മുമ്പേ നമ്മെ സ്നേഹിച്ചു. हम प्यार करने से पहले परमेश्वर ने हमसे प्रेम किया है. യേശു ദൈവം ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തന്നുമാണ് അതിനകത്ത് പറയുന്നത്. प्रभु परमेश्वर हमसे इस दुनिया से प्रेम रखा, इसलिए अपने इकलौता पुत्र हमारे लिए दे दिया. നാം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല, ദൈവം आमेन. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ വീഴ്ചയിൽ പരിതപിക്കുകയും നശിച്ചു പോകാതിരിക്കുവാൻ്റെ ഗുണമായി നമ്മെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട് हमने उनसे प्यार नहीं किया है, उसकी जगह परमेश्वर ने अपने रूप और स्वरूप में बनाए हुआ अपने बच्चों को नाश ना होने के कारण, नाश ना होते हुए देखने चाहते थे, इसलिए परमेश्वर ने अपना इकलौता पुत्र हमारे लिए दिया है. അത് ഗ്രഹിച്ചവർ എപ്പോഴും ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ടിരിക്കും. वो समझने वाले लोग जो है परमेश्वर को सर्वदा सदा ആത്മീയ കണ്ണ് തുറന്നവർ, ആ സത്യം മനസ്സിലാക്കിയവർ, അവർക്ക് മറ്റുള്ളവരുടെ എക്സോൾട്ടേഷനൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം തിരിച്ചറിഞ്ഞവർ അവർ ദൈവത്തെ സ്തുതിക്കും. जिनकी आत्मिक आंखें खुली हुई है और जो सच्चाई को अच्छी तरह से जानने वाले लोग जो है किसी के बोले बगैर ही परमेश्वर को स्तुति और आराधना करें. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. आमीन. हम परमेश्वर के वचन से पढ़ते हैं कि जब तुम सच्चाई को जानो है वो सच्चाई तुम्हें आजाद करेगा. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫ്രീ ആയിട്ട് നടക്കുന്നതിനല്ലേ, അഴിഞ്ഞാടി നടക്കുന്നതിനൊന്നും അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. आजादी हम उसको नहीं कहते जो अपने मर्जी से जो घूमते फिरते हैं. നമ്മൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളല്ല, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുടെ സത്യത്തെ തിരിച്ചറിയുമ്പോൾ അതിനോട് ചേർന്ന് നാം മുന്നോട്ട് പോകുന്നതിനെയാണ് സ്വാതന്ത്ര്യമെന്ന് ഉദ്ദേശിക്കുന്നത്. हम जिस माहौल में, जिस परिस्थिति में परमेश्वर ने हमें रखा है, उस परिस्थिति को समझते हुए जैसे उनकी मर्जी के अनुसार, परमेश्वर की मर्जी के अनुसार आगे बढ़ते उसको कहते हैं. അതേ വാക്യം തന്നെ കർത്താവ് വീണ്ടും എടുത്തു പറയുന്നു, സാക്ഷാൽ പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. परमेश्वर फिर से हम वचन से हम पढ़ते हैं कि परमेश्वर के पुत्र हमें स्वतंत्र आजाद करोगे तो सच में हम स्वतंत्र हो जाएंगे. അപ്പോൾ പുത്രൻ എതിൽ നിന്നാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്? പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും, അല്ലെങ്കിൽ ആത്മീയ അന്ധതയിൽ നിന്നും കർത്താവ് നമുക്ക് കർത്താവിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ കർത്താവാകുന്ന വെളിച്ചം നമുക്ക് തരികയാണ്. परमेश्वर हम किससे हमें आज़ाद करते हैं? इस दुनिया के बंधन से,
कि शैतान की चाल चलन से परमेश्वर हमें अपनी रोशनी से हमें सुरंद्र करते हैं, आजाद करते हैं। ലോകത്തിൻ്റെ അന്ധതയിൽ കിടന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ എന്താ പറയുന്നത്, തപ്പി തടഞ്ഞു നടക്കുന്ന മാനവരാശി. इस दुनिया के अंदर के अंधेरा में कि आगे कैसे बड़े करके नहीं समझने वाला लोगों को, അവർക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കുക, उनको सच्चाई समझाना, അല്ലെങ്കിൽ അവരുടെ ആത്മീയ കണ്ണുകളെ തുറന്നു കൊടുക്കുക. नहीं तो उनके आत्मिक आंखों को खोलना, അവർ കാണുന്ന ആ പുതിയ കാഴ്ച അല്ലെങ്കിൽ ആത്മീയ കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്ന പുതിയ കാഴ്ചയിൽ അവരെ സ്വതന്ത്രരായി നടത്തുക. हाँ, उनको जो नया मिला हुआ दर्शन के अनुसार उनको आज़ाद तरीके से चलाना. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് ടൈം പാസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ല. वो हमारे समय बिताने के लिए हम उपयोग करते हैं, वो नहीं. ആ ദൈവരാജ്യത്തിലായിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. परमेश्वर के राज्य के नियम के अनुसार हमें आगे बढ़ना है. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, तब हम परमेश्वर को आराधना करेंगे, ദൈവത്തെ സ്തുതിക്കുന്നത്, വചനം വായിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. हम उनको स्तुति करेंगे, आराधना करेंगे, परमेश्वर के वचन को पढ़ेंगे, उनको और जानने के लिए कोशिश करेगा. അപ്പം ലോകത്തിൻ്റെതായ അറിവിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന അജ്ഞത വിട്ട് ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരികയാണ്. അതാണ് സ്വാതന്ത്ര്യം. इस दुनिया के सोच विचार से जो उस दुनिया ने हमें समझाया था उसमें से हम अलग हो जाते हैं. കർത്താവ് അതിനെയാണ് പറഞ്ഞത്, ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നടക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. परमेश्वर की इच्छा ये है कि हम उस आज़ादी में चले. അതുകൊണ്ടാണ് അവിടുന്ന് വെളിച്ചമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. इसलिए परमेश्वर जो है एक रोशनी बन के इस दुनिया में आया. യഥാർത്ഥ വെളിച്ചമായ കർത്താവ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. सच्चा रोशनी जो यीशु मसीह हमारी आत्मिक आंखों को रोशनी देते हैं. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. नहीं तो परमेश्वर के वचन हमारी आंखों को रोशनी देते हैं. അപ്പം അത് ഗ്രഹിച്ച ദൈവമക്കൾ, ഞാൻ പറഞ്ഞില്ല, ആരും അവരെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരാധിക്കാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ദൈവവചനം വായിക്കണമെന്നോ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകണമെന്നോ, ദൈവിക കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കണമെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ऐसे लोगों को परमेश्वर को आराधना और स्तुति करने के लिए कोई बोलने की जरूरत नहीं है, वो अपने आप ऐसे करेंगे. അത് സാക്ഷാൽ സ്വതന്ത്രരായിരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ये सच में जो आज़ाद पाए हुए लोगों के बारे में बता रहा हूँ. എന്നാൽ സാക്ഷാൽ സ്വതന്ത്രരല്ലാതെ സ്വതന്ത്രരായെന്ന് തോന്നുന്നവർ, സ്വതന്ത്രരായിട്ടില്ല സാക്ഷാൽ, എന്നാൽ അവർക്ക് സ്വതന്ത്രരായെന്ന് തോന്നുന്നവർ ഉണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. लेकिन जो सच्चाई को समझते हैं फिर भी वो सोचते हैं कि हम आज़ादी में हैं, लेकिन वो सच में आज़ादी में नहीं है, ऐसे लोगों को हमें बार बार बोलना पड़ता है कि आराधना करो, स्तुति करो. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ സാക്ഷാൽ സ്വതന്ത്രനാണോ? इसलिए हम परमेश्वर से एक बार पूछिए कि आप सही ढंग से आज़ाद पाए हुए व्यक्ति है. എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ദിവസങ്ങൾ നല്ലതായിരിക്കും. इसलिए हमें अपने आप में एक संशोधन करना जरूरी है. അങ്ങനെ അനലൈസ് ചെയ്ത് സ്വതന്ത്രം അല്ല, ശരിക്കുമുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ കർത്താവിനോട് വീണ്ടും പറയാം, കർത്താവ് എന്നെ ഒന്ന് സ്വതന്ത്രമാക്കണം. इसलिए आप अपने आप को परख के देख ही लीजिए कि आप कैसे व्यक्ति है, कि आज़ाद पाया हुआ, सच में परमेश्वर में आज़ादी पाया हुआ व्यक्ति है. സ്വതന്ത്രനാകുവാൻ ആഗ്രഹിക്കുന്നു. സാക്ഷാൽ ഞാൻ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നു. मैं सच में आज़ाद पाना चाहता हूँ. എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണം. मेरे आंखों को रोशनी दीजिए. തീർച്ചയായിട്ടും ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്യും. परमेश्वर हमारे लिए वो करेगा. അല്ലെങ്കിൽ എത്ര നാളുകൾ നമ്മൾ പുറകോട്ട് പോയിരുന്നാലും അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചാൽ ആ നിമിഷം മുതൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയാണ്. हम जितने पीछे हटे थे वो सारे परमेश्वर के लिए कोई बात नहीं है. हम परमेश्वर के पास आना चाहते हो तो परमेश्वर हमें अपने पास खींच लेगा. നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് ആഴമായ കുറച്ച് ചിന്തിക്കാൻ പോവുകയാണ്. हम परमेश्वर से के वचन से हम सीखने जा रहे അതിനു മുമ്പായി ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ തുറന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദേശത്ത് നടക്കുന്നതായ വിഷയങ്ങൾ, ദേശത്തിൻ്റെ മാറി മാറി വരുന്നതായ പരിസ്ഥിതികൾ, പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ, അല്ലെങ്കിൽ കലാമിറ്റീസ്, എല്ലാവற்றைയും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭരണകൂടങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ജനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സഭകളെ ഏൽപ്പിച്ചു കൊടുക്കാം. അധികാരികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, മെഡിക്കൽ ലൈനുകളിലൊക്കെയുമുള്ളവർ, അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക എന്നത് ഒരു ദൈവവൈതലിൻ്റെ കടമയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുക എന്നുള്ളത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോളം അതൊരു അവൻ്റെ ഒരു ജീവിത രീതിയാണ്. आमीन. हम हर चीज़ों के लिए फिर से प्रार्थना करेंगे जैसे हम पिछले दिनों में करके आए हैं. हर चीज़ों के लिए जो बदल के आने वाले, हर एक मौसम के लिए, जो हमारे दुनिया के अंदर होने वाले हर एक
नुकसान, परेशानी और बीमारी, महामारी, ये सारी चीज़ों के लिए प्रार्थना करेंगे। और हमारी सेवकाई करने वाले लोगों के लिए प्रार्थना करेंगे, डॉक्टर्स, नर्सेस, जो सफाई कर्मी लोग, सब लोगों को जैसे हम प्रार्थना करके आ रहे वैसे उनको समर्पण करके प्रार्थना करेंगे हर चीज़। ഞങ്ങൾ ഒരുമിച്ച് കരങ്ങളെ കോർത്ത് കണ്ണുകൾ അടച്ചുവിടുന്നു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവമക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഓരോന്നിനുമായി സ്തോത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. हमारे साथ आप लोग भी प्रार्थना करिए। हालेलुया, എൻ്റെ വൈഫ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. हालेलुया, स्तोत्रम, Praise the Lord, स्तोत्रम, हालेलुया, स्तोत्रम, 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 स्तोत्रम। स्वर्गीय पिता, ये सुंदर समय के लिए हम आपको स्तुति और धन्यवाद करते हैं प्रभु। हालेलुया, हालेलुया, पिछले पूरे महीने आपने हमें संभाला है प्रभु, पहली तारीख से लेकर आज 31 तारीख तक आप हमें लेके आए, इसलिए हम आपको धन्यवाद करते हैं प्रभु। हालेलुया, हमारे सारे ज़रूरतों को आपने पूर्ति किया, हमारे आत्मिक और शारीरिक आर्थिक अवस्था के अंदर जो भी ज़रूरत है प्रभु आपने पूर्ति की, इसलिए हम धन्यवाद करते हैं प्रभु। हालेलुया, और आगे भी आपकी इच्छा के अनुसार बढ़ने के लिए हमारी सहायता करिए प्रभु। हालेलुया, आपके महिमा और आपको योग्य के अनुसार, आपके योग्यता के अनुसार आपको धन्यवाद करके, आपको स्तुति और आराधना करके आगे बढ़ने के लिए हमारी सहायता करिए प्रभु। हालेलुया, हम हर एक बातों के लिए इसी समय प्रार्थना करते हैं प्रभु। हमें उत्तर देने वाला परमेश्वर, हमारी प्रार्थनाओं को सुनने वाला परमेश्वर आप ही है प्रभु, इसलिए हम आपके चरणों में आते हैं, हमारे सारे विनतियों को, हमारी ज़रूरतों को आपके चरणों में समर्पण करते हैं प्रभु। हालेलुया, पूरे दुनिया के लिए हम प्रार्थना करते हैं प्रभु। हालेलुया, ये फैला हुआ महामारी को आप जल्दी से जल्दी हटाइए प्रभु। हालेलुया, पूरी तरह से इस दुनिया से उसको एक सफाया कर दीजिए प्रभु। हालेलुया, ताकि और कोई लोग इससे बाधित ना होने पाए, कोई मृत्यु में ना जा रहे पाए प्रभु परमेश्वर। हालेलुया, आपके उस चंगाई का महान हाथ को बढ़ा के परमेश्वर पूरे सफाई से इस महामारी को हटाइए प्रभु। हालेलुया, परमेश्वर पूरे दुनिया के लोगों को आपके हाथ में समर्पण करते हैं प्रभु। जो मृत्यु में चले गए उनके रिश्तेदारों को आपके हाथ में समर्पण करते हैं, उनको आपकी महान शांति से भर दीजिए प्रभु। हालेलुया, ताकि वो अपने जीवन को आगे बढ़ाने पाए, कोई भी दुख में, संकट में, परेशानी में ना रहने पाए प्रभु परमेश्वर। हालेलुया, सारे अधिकारी लोगों को आपके हाथ में समर्पण करते हैं प्रभु। उनको बुद्धि और ज्ञान दीजिए, अपने परमेश्वर के बुद्धि के अनुसार, ज्ञान के अनुसार देश को बढ़ाने के लिए, नियम लाने के लिए आप कृपा करिए प्रभु परमेश्वर। हालेलुया, हमारे सहायता करने वाले हर एक लोगों को आपके हाथ में समर्पण करते हैं प्रभु। जो बीमार लोगों को सेवकाई करते हैं प्रभु, ऐसे लोगों को आपके हाथ में समर्पण करते हैं प्रभु। हमारे डॉक्टर्स लोग, नर्सेस लोग, सफाई कर्मी लोग, सोशल वर्कर्स लोग जो है आपके हाथ में समर्पण करते हैं। पुलिस वाले लोग, सेना के लोगों को आपके हाथ में समर्पण करते हैं प्रभु। हर एक लोगों को आप सुरक्षा दीजिए, उनके परिवारों को आप सुरक्षा दीजिए प्रभु। हालेलुया, आपके वचन को सीखने के लिए, यीशु मसीह ही परमेश्वर के जानने के लिए हर एक के जीवन के अंदर एक मौका दीजिए प्रभु परमेश्वर। हालेलुया, परमेश्वर हम इस देश को आपके हाथ में समर्पण करते हैं प्रभु। इस भारत देश को आप बचाइए प्रभु। हालेलुया, हर एक लोगों के अंदर यीशु मसीह का वचन जाने पाए प्रभु परमेश्वर। यीशु ही एक जिंदा परमेश्वर के करके जानने के लिए उनके अंदर एक रोशनी डालिए प्रभु परमेश्वर। हालेलुया, जब आपके वचन को बांटते हैं प्रभु, समझने के लिए उनकी आंखों को, आत्मिक आंखों को खोल दीजिए प्रभु परमेश्वर। इस अंधकार से, मूर्ति पूजाओं से उनको छुड़ाइए प्रभु परमेश्वर। हालेलुया, अधिकारी लोगों के अंदर बुद्धि और ज्ञान डालिए प्रभु परमेश्वर। खासकर हम अपने किसान लोगों के लिए प्रार्थना करते हैं प्रभु। वो अपने मांगों को लेकर बहुत दिन हो गया प्रभु, अपने लड़ाई लड़ रहे प्रभु। हालेलुया, उसमें एक जीत उनको मिलने पाए प्रभु परमेश्वर। हालेलुया, सरकार से आप बात करिए प्रभु, अधिकारी लोगों से बात करिए प्रभु परमेश्वर, ताकि इस नियम पूरी तरह वापस लेने के लिए उनसे बात करिए प्रभु परमेश्वर। हालेलुया, इस पूरे देश को अकाल से बचाने के लिए प्रभु आप कार्य करिए प्रभु परमेश्वर। हालेलुया, हर एक पासवान लोगों को आपके हाथ में समर्पण करते हैं प्रभु। उनके परिवारों को, हर एक कलीसियाओं को, हर एक विश्वासी लोगों को आपके हाथ में समर्पण करते हैं प्रभु। आपके अगुवाई के अनुसार आगे बढ़ने के लिए उनके अंदर सहायता करिए प्रभु। आपके वचन के अनुसार आगे बढ़ने के लिए सहायता करिए प्रभु। कोई भी इस समय में निराश ना होने पाए प्रभु। हालेलुया, अपने कार्य को रोक ना पाए प्रभु परमेश्वर। हालेलुया, आप उनको सहायता और मदद दीजिए प्रभु, ताकि वो अपने काम को आगे बढ़ाने पाए प्रभु परमेश्वर। हर एक बच्चों को आपके हाथ में समर्पण करते हैं प्रभु। हालेलुया, बच्चों को बुद्धि और ज्ञान डालिए परमेश्वर के भय में, उनको आगे बढ़ने के लिए कृपा करिए प्रभु परमेश्वर। आप ही उनका सहायता है प्रभु। ऑनलाइन में क्लासेस चल रहे हैं प्रभु, वो अच्छी तरह पढ़ने के लिए उनको बुद्धि और ज्ञान दीजिए प्रभु परमेश्वर। हमारे बुजुर्ग लोगों को आपके हाथ में समर्पण करते हैं प्रभु, उनको सहायता करिए प्रभु। उनको समय पर खाना और दवाई सब कुछ मिलने पाए प्रभु।
उनको जो प्रेम मिलना है प्रभु, सहायता मिलना है, वो समय पर मिलने पाए प्रभु परमेश्वर। कोई भी इस समय में निराश पे ना पड़ने पाए प्रभु परमेश्वर। हालेलुया। आपके उस सामर्थ भरा हुआ, आपके ताकत वाला उस हाथ को, महान हाथ को बढ़ा के हर किसी को सहायता करिए प्रभु परमेश्वर। हालेलुया। हमें अपने कलीसियाओं को अपने हाथ में समर्पण करते हैं प्रभु, कलीसिया के लोगों को, हमारे विश्वासी लोगों को आपके हाथ में समर्पण करते हैं प्रभु। जब भी हॉस्पिटल में काम करते हैं उनको सहायता करिए, उनके आने जाने में मदद करिए, उनके बच्चों को सुरक्षा दीजिए प्रभु परमेश्वर। हालेलुया। बस हमारे माता पिता लोगों को, रिश्तेदारों को आपके हाथ में समर्पण करते हैं प्रभु। हालेलुया। जो इस समय काम नहीं है प्रभु, उनको खासकर आपके हाथ में समर्पण करते हैं प्रभु। स्वर्ग की भंडार को खोल दीजिए प्रभु, उनके सारे जरूरतों को पूर्ति करिए प्रभु परमेश्वर। कोई भी दुख संकट परेशानी में ना रहने पाए प्रभु परमेश्वर। जिनको आर्थिक अवस्था की जरूरत है प्रभु, उनको आप स्वर्ग की भंडारों को खोल दीजिए प्रभु। हालेलुया। उनके घरों को भर दीजिए, उनके हाथों को भर दीजिए प्रभु। हालेलुया। किसी के घर में कोई भी खाने की कमी ना होने पाए प्रभु परमेश्वर, कोई भी भूखे ना रहने पाए प्रभु परमेश्वर। 2 वक्त की रोटी कम से कम लोग खाने पाए प्रभु परमेश्वर। हालेलुया। इस सर्दी से हर किसी को बचा के रखिए प्रभु, कोई भी इस सर्दी से मृत्यु में न जाने पाए प्रभु परमेश्वर। हालेलुया। आप सबकी सहायता करने वाला परमेश्वर है प्रभु, हमारे जिंदा खुदा है, आपके ऊपर हमारी भरोसा है, विश्वास है प्रभु। हालेलुया। आगे हर किसी को आप सामर्थ से अपने उस महान हाथों से चलाइए प्रभु परमेश्वर। हालेलुया। हमें भी परिवार समेत आपके हाथ में समर्पण करते हैं, आपकी इच्छा के अनुसार हमें अगुवाई दीजिए प्रभु, आगे बढ़ाने दीजिए प्रभु। हालेलुया। आपके कामों को, आपके कार्य को पूर्ति करने के लिए हमारी सहायता करिए प्रभु परमेश्वर। आपके वचन के अनुसार चलने के लिए, आपकी इच्छा के अनुसार चलने के लिए हमारी मदद करिए प्रभु परमेश्वर। हमारे आस पड़ोस के लोगों को पूरे आपके हाथ में समर्पण करते हैं प्रभु। हालेलुया। अभी आपके वचन से सुनने के लिए हमारी सहायता करिए, उसके अनुसार चलने के लिए हमारी सहायता करिए प्रभु। सारे आदर महिमा जलाल सब कुछ हम अपने यीशु मसीह को ही देते हैं प्रभु। यीशु मसीह के पवित्र नाम से हमने प्रार्थना मांगा है, सुनो और कबूल करिए हमारे स्वर्गीय पिता। ആമേൻ ആമേൻ ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും കർത്താവ് പ്രവർത്തിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കും. आमीन। हालेलुया। विश्वास के साथ अगर परमेश्वर के चरणों में प्रार्थना करेंगे तो जरूर हमें उत्तर मिलेगा, परमेश्वर हमारी सहायता करेगा। ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരുവാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. यहाँ तक हमें लेके आने के लिए हम क्या था, कुछ भी नहीं ആ था। പാട്ടിന്റെ ഈരടികളെ നമുക്കൊന്ന് പാടാമല്ലോ. आमीन। हालेलुया। Praise the Lord. आमीन। ഇത്രത്തോളം എന്നെ മാനിക്കുവാൻ ഞാൻ എന്തുള്ളു കർത്താവേ. आमीन। हालेलुया। ഇത്രത്തോളം എനിക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാൻ ഞാൻ എന്തുള്ളു കർത്താവേ. ആമേൻ. തിരുമുമ്പിൽ ഹല്ലേലൂയ ഞാൻ ഒന്നുമില്ലായിരുന്നപ്പോഴും എന്നെ സ്നേഹിച്ചല്ലോ, ഇത്രത്തോളം എന്നെ ഉയർത്തിയല്ലോ, അവിടെ എന്നെ മാനിച്ചല്ലോ. ഈ പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടച്ച് മൗനമായ പാട്ടിനെ ഒരു നിമിഷം പാടി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Praise the Lord. Hallelujah. Worship you, Jesus. We worship you, Lord. ഞാനുവൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുവൻ കുടുംബവും
ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുന്നിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുന്നിൽ. ഇത്രത്തോളം എന്നെ മാന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ മാന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുന്നിൽ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ കരുതുവാനും സ്നേഹിപ്പാനും നമ്മളെ ഹല്ലേലൂയ ആശ്ലേഷിപ്പാനും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ സഹായിപ്പാനും അല്ല നമ്മിൽ യോഗ്യതയില്ല, എന്നാൽ അവൻ നമ്മെ യോഗ്യനാക്കി തീർക്കും. आमेन हालेलुया। परमेश्वर हमें इतनी सहायता करने के लिए, हमारे जीवन के अंदर इतना कार्य करने के लिए, हमारे ज़रूरतों को पूर्ति करने के लिए हमारे अंदर कोई योग्यता नहीं थी, फिर भी परमेश्वर ने हमें योग्यता दे के हमें संभाला തൻ്റെ है। ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തന്ന് ആ പുത്രൻ്റെ പുത്രത്വത്തിൻ്റെ അവകാശത്തെ ദൈവം നമുക്ക് നൽകി തന്ന ആ യോഗ്യത ദൈവം നമുക്ക് നൽകി. आमेन। अपना इकलौता पुत्र यीशु मसीह को हमें दे के परमेश्वर ने वो योग्यता में हमें डाला है। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ യോഗ്യരാക്കി തീർത്തു. हमें भी योग्य बनाया। നാം ആ യോഗ്യതയിൽ നിലനിൽക്കുമ്പോഴാണ് ദൈവത്തിന് ഹല്ലേലൂയ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ദൈവത്തിന് അതിൽ സന്തോഷമുണ്ടാകുന്നത്. हम उस योग्यता में जब बने रहेंगे तभी परमेश्वर उसमें खुशी मनाएंगे। ഹല്ലേലൂയ. हालेलुया। അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് ആ യോഗ്യത നമ്മളിൽ സ്ഥിരമാകുന്നത്. परमेश्वर ने जहाँ हमें रखा है उस परिस्थिति में बने रहेंगे तभी उस योग्यता में हम बने रहते हैं। നമ്മളിന്ന് ലോകത്തിൽ കാണുന്നുണ്ട് മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചു. തിരുവചനം പറയുന്നത് പോലെ അന്ത്യകാലത്ത് അറിവ് വർദ്ധിച്ചു. അതിനനുസരിച്ചുള്ള ഒത്തിരി ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടായി. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലോകം ഇപ്പോഴും അന്ധതയിലാണ്. परमेश्वर की वचन हमें सिखाता है कि अंतिम दिनों में बुद्धि बढ़ेगा करके। आजकल के दिनों में हम देख सकते हैं कि सब लोगों की बुद्धि जो बढ़ गया है, काम बहुत आगे बढ़ गया है, फिर भी इस दुनिया जो है अंधेरे में ही है। വലിയ വെളിച്ചങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇലക്ട്രിസിറ്റിയുടെ ഇതിൽ തന്നെയാണ് ഒത്തിരി ട്രാൻസ്ഫോർമേഷൻസ്, ഒത്തിരി ഡിസ്കവറീസ് ഒക്കെ വന്നു. പഴയ വെളിച്ചങ്ങൾ, ചെറിയ മഞ്ഞ കളറിലുള്ള ബൾബുകൾ, അതെല്ലാം മാറി നിയോൺ ബൾബുകൾ വന്നു, മെർക്കുറി ബൾബുകൾ വന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ LED ഒക്കെ വരെ എത്തി നിൽക്കുകയാണ് മനുഷ്യൻ. हम दुनिया के अंदर देख सकते हैं कि हम रोशनी के अंदर भी जो इलेक्ट्रिसिटी वगैरह के अंदर कितने बदलावट आ गया है, बहुत अचंभित रीति से आगे बढ़ गया है। अलग अलग तरीके की रोशनी लोग ढूंढ लिया है। ഫിസിക്കലി ഒത്തിരി പ്രകാശം പ്രാപിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യനെ നമ്മൾ ലോകം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ അന്ധത പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
इस शारीरिक तरफ से या इस दुनिया की तरफ से हम देखेंगे तो बहुत सारे रोशनी, अलग अलग तरीके की रोशनी है, हम बहुत रोशनी में है करके लोग बोल रहे हैं, लेकिन आत्मिक रीति से बहुत अंधेरे में है वो लोग। വെളിച്ചത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പോലും അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ നമുക്ക് ശ്രദ്ധിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും. हम प्रकाश में है, रोशनी में है करके बोलने वाले लोगों को ही देख लीजिए, लेकिन पूरे दुनिया जो इस समय अंधेरा में डूबा हुआ है. അത് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആത്മീയനായിരിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാവും. एक साधारण व्यक्ति उसको समझ नहीं पाएगा, लेकिन एक आत्मिक व्यक्ति उसको जरूर समझ पाएगा. കാരണം ആത്മീയന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. അവന്റെ ശാരീരികപരമായ കണ്ണുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെ ആത്മീയ കണ്ണുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് एक आत्मिक व्यक्ति की आत्मिक आंखें खुली हुई है, इसलिए ഒരേ സമയത്ത് അവന് രണ്ട് വിധത്തിലുള്ള ദർശനങ്ങളെ കാണുവാൻ കഴിയും. एक ही समय में वो दो तरीके की दर्शन को पा सकते हैं, देख सकते हैं. ഒന്ന് ഫിസിക്കലി അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ, हाँ, एक जो है शरीर की तरफ से, इस दुनियादारी की तरफ से जो अंधकार में डूबा हुआ लोग, അതേപോലെ തന്നെ ആത്മീയതയിലും തപ്പിത്തടയുന്ന വലിയൊരു കൂട്ടം ജനത്തെയും ഈ ആത്മീയ കണ്ണ് തുറന്നിരിക്കുന്നവന് മനസ്സിലാക്കാൻ കഴിയും. वैसे ही आत्मिक मंडल में भी जो अंधेरे में पड़े हुए लोगों को ये आत्मिक व्यक्ति समझ पाएंगे. അല്ലെങ്കിൽ മനുഷ്യരിങ്ങനെ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു പോകും, ഇത് കലിയുഗമല്ലേ, കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ പറയും. नहीं तो ये दुनिया के लोग बोलते हैं जैसे कि ये जमाना खराब है, ये इसलिए ऐसे होता है करके बोलेंगे, എന്നാൽ അതല്ല അതിൻ്റെ സത്യം. लेकिन वो सच नहीं है. ആത്മീയ മണ്ഡലത്തിൽ അന്ധരായി വലിയൊരു കൂട്ടം ജനം ജീവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവരന്ധതയിൽ പലതും ചെയ്തു കൂട്ടുകയാണ്, അല്ലെങ്കിൽ പലതും തപ്പിത്തടഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. दुनिया के लोग जो हम देख सकते हैं वो अंधेरे में रहते हुए वो वैसे ही कामों को करते जा रहा है. അതിനെന്താണ് കാരണം? इसका कारण क्या है? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. परमेश्वर की आत्मा जो मुझे दिया हुआ एक सोच मैं आपके सामने रखना चाहता हूँ. ഒരു മനുഷ്യൻ അന്ധകാരത്തിൽ തടയുന്നു എന്ന് വരികിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെളിച്ചം ഇല്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള അർത്ഥം. अगर एक व्यक्ति अंधेरे में अपने रास्ता को ढूंढ रहे हो तो इसका मतलब है वहाँ पे रोशनी नहीं है. വെളിച്ചമുള്ള ഇടത്ത് മനുഷ്യന് തപ്പേണ്ട ആവശ്യമില്ല. हाँ, जहाँ पे रोशनी है वहाँ ढूंढने की जरूरत नहीं है. ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ പല ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ പ്രകാശമാണ് ഞങ്ങളെ നിങ്ങൾക്ക് കാണിക്കുന്നത്. अब आप ही हम लोगों को देख रहे हो तो यहाँ पे रोशनी है, इसलिए आपको दिखाई दे रहा है, അല്ലെങ്കിൽ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. नहीं तो आवाज खाली सुनाई देगा. അപ്പോൾ ഈ സംസാരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു വിധമായ ബോധവും ഉണ്ടാകത്തില്ല. अगर आवाज खाली सुन रहे हो तो आपको ये नहीं पता चलेगा ये बोलने वाला लोग कैसे है, कैसे कहाँ बैठे हुए करके नहीं समझ में आएगा. അതിന് നമ്മളെ സഹായിക്കുന്നത് ഇവിടെയുള്ള ബൾബുകളാണ്. हाँ, उसके जो दिखाने लायक, जो हमें दिखने लायक जो कार्य करने वाला चीज़ है वो है रोशनी. ഈ ബൾബുകൾ പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രോപ്പറായി ക്ലാരിറ്റിയുള്ള പിക്ചർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. अगर यहाँ पे जो लगा हुआ बल्ब जो है सही ढंग से काम करेगा तभी आपको सफाई की तरह से, मतलब सही ढंग से आपको दिखाई देगा. അതുപോലെ തന്നെയാണ് ഈ ഭൗതികപരമായ ലോകത്തിലും ആത്മീയപരമായി അന്ധതയിൽ ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ കഴിയും. वैसे हम दुनिया के अंदर देख सकते हैं कि अंधेरे में पड़ा हुआ एक बड़ा झुंड हम देख सकते हैं. അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ അറിവുമില്ല. वो कहाँ जा रहे करके उनको कोई विचार नहीं है. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, പരീശന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവർ അന്ധരെ വഴികാട്ടുന്ന അന്ധരാണ്. यीशु मसीह ने भी एक बार बोला है कि परीक्षों के बारे में वो अंधों को रास्ता दिखाने वाले अंधे लोग हैं. അന്ധനെ വഴികാട്ടിയാൽ അവൻ എന്ത് ചെയ്യും? കുഴിയിൽ വീണു പോകും. अगर एक अंधा एक अंधे को रास्ता दिखाएगा तो वो जरूर गड्ढे में गिर जाएगा. ഇന്ന് ഭൂമിയിൽ നാം കാണുന്ന ഏറ്റവും വലിയൊരു ശോചനീയാവസ്ഥ അതാണ്. അനേക അന്ധന്മാരെ വഴികാട്ടുന്നു. आज की लोगों को तो हम देख सकते हैं, तो आज की दुख की बात यही है कि बहुत अंधे लोग अंधों को रास्ता दिखा रहे हैं. അതുകൊണ്ട് മനുഷ്യൻ എവിടെയൊക്കെയോ ചെന്ന് അവരുടെ ജീവിതം അവസാനിക്കുന്നു, കുടുംബങ്ങൾ അവസാനിക്കുന്നു, വ്യക്തിപരമായ ജീവിതങ്ങൾ അവസാനിപ്പിക്കപ്പെടുന്നു, സമൂഹം അവസാനിപ്പിക്കുന്നു. इसलिए कि वो जो गलत तरीके से अपने जीवन को खत्म कर रहा है. അതിന് കാരണം എന്താണ്? उसका कारण क्या है എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ അവരെ ശരിക്കുള്ള വഴിയിലേക്ക് നടത്തുവാൻ
ശരിക്കുള്ള പാതകളിലേക്ക് അവരെ തിരിച്ചുവിടുവാനുള്ള യഥാർത്ഥ വെളിച്ചം പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം. और उसका कारण ये है कि उनको सही ढंग का रास्ता दिखाने वाला कोई भी नहीं है. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരട്ടെ. 1-2 കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വായിച്ച് അതിനെ ധ്യാനിച്ച് ഈ പ്രാർത്ഥനയെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. यूहन्ना रचित समाचार में मैं एक बार आपको ध्यान लाना चाहता हूँ. അവിടെ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം തുടങ്ങി ഞാൻ മുമ്പോട്ട് പോകട്ടെ. वहाँ पे बपतिस्मा देने वाला यूहन्ना के बारे में बोल के मैं आगे बढ़ना चाहता हूँ. ആ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ് വെളിച്ചം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്നാപക യോഹന്നാനെ കുറിച്ച് വെളിച്ചത്തിന് മുൻപായി വന്നവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവൻ. उनको जो बपतिस्मा देने वाले यूहन्ना के बारे में वहाँ लिखा है कि रोशनी आने के पहले उनको रास्ता दिखाने के लिए आया हुआ व्यक्ति. യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 1, 6 and 7, 8. यूहन्ना रचित समाचार उसका पहला अध्याय उसका 6 और 7वां आयत. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വാസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുന്നവനായിരുന്നു. एक मनुष्य परमेश्वर की ओर से आ उपस्थित हुआ जिसका नाम यूहन्ना था. वो गवाही देने आया कि ज्योति की गवाही दे ताकि वो सब उसके द्वारा विश्वास लाए. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ ആത്മീയ അന്ധത നിലനിന്നിരുന്നു. यीशु मसीह के उस जमाने में जो है यहूदी लोगों के बीच में एक आत्मिक अंधेरा पड़ा हुआ था. മനുഷ്യർ അന്ധരായിരിക്കുന്ന ലീഡേഴ്സിൻ്റെ പുറകിൽ കൂടി അല്ലെങ്കിൽ അവരാൽ നടത്തപ്പെടുവാനിടയായി. एक ऐसे आदमी की आंखें जिनका बंद है ऐसे अगुवाई करने वाले लोगों के पीछे लोग चलने लगा. അതുകൊണ്ട് ജനം വലിയ അന്ധതയിൽ കിടക്കുവാനിടയായി. इसलिए लोग जो अंधेरे में पड़ा रहा. ആ സമയത്താണ് ദൈവം അവരുടെ ആത്മീയ കണ്ണിനെ തുറക്കുവാൻ, അന്ധതയെ മാറ്റുവാൻ തക്കവണ്ണമായി കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. इसलिए उनकी आत्मिक आंखों को खोलने के लिए, उस अंधेरा को हटाने के लिए परमेश्वर ने अपने निज पुत्र यीशु मसीह को इस पृथ्वी में भेजा. രാജാതി രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിന് വഴി ഒരുക്കുവാനാണ് യെശയ്യാ പ്രവാചകനിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെ ഒക്കെയും നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വഴിയൊരുക്കുന്നവൻ, അല്ലെങ്കിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന യോഹന്നാനെ ദൈവം അയക്കുന്നത്. यीशु मसीह के लिए रास्ता बनाने के लिए जो हमें भविष्यवक्ताओं की किताबों में पढ़ते हैं, परमेश्वर के लिए रास्ता बनाने के लिए एक व्यक्ति आएगा करेक्ट. उनके बपतिस्मा देने वाले ആ യോഹന്നാനെ കുറിച്ച് ഇവിടെ പറയുന്നതാണ്. യോഹന്നാൻ വെളിച്ചമല്ലായിരുന്നു, വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വെളിച്ചം എന്ന് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. उनके बारे में यहाँ लिखा है कि वो रोशनी को गवाही देने के लिए, उस आने वाले रोशनी के बारे में बताने के लिए आया हुआ व्यक्ति. അവൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. യോഹന്നാൻ വെളിച്ചമല്ലായിരുന്നു, यूहन्ना कोई रोशनी नहीं था. വെളിച്ചത്തെ ചൂണ്ടിക്കാണിക്കുവാൻ, ഇതാണ് വെളിച്ചം എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഈ വെളിച്ചത്തിൻ്റെ പുറകെ നിങ്ങൾ പോകണമെന്ന് അന്നുണ്ടായിരുന്ന ആത്മീയ അന്ധത ബാധിച്ചിരുന്ന പരീശന്മാർക്കും അവരെ ഫോളോ ചെയ്തിരുന്നവരായ യഹൂദർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കർത്താവ് അതിനാൽ അയക്കപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. उस समय में जो अंधेरे में पड़े हुए लोगों को कि रोशनी कौन है, ये आने वाला व्यक्ति यही है, रोशनी है करके दिखाने के लिए परमेश्वर के द्वारा भेजा हुआ व्यक्ति था യോഹന്നാൻ. ഇനി നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. सच ज्योति जो हर एक मनुष्य को प्रकाशित करती है वो जगत में आने वाली थी. ആമേൻ, ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും, हर एक मनुष्य को, വലിയവനെയും ചെറിയവനെയും, छोटा हो या बड़ा, പണക്കാരനെയും പാമരനെയും, अमीर हो या गरीब, ആരുമായിക്കൊള്ളട്ടെ, कोई भी हो, അവരെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ നൽവഴിയിലേക്ക് നടത്തുവാനുള്ള വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. उनको सच्चे रास्ते में या सच्चे रोशनी में चलाने वाला वो रोशनी जो है जगत में आने वाली थी. ഇനി യേശുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് 3-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കാം. യേശു മുഖാന്തരം സകലത്തെയും ദൈവം ഉളവാക്കി. वहाँ के 3रे आयत में लिखा है सब कुछ यीशु मसीह के द्वारा ही उत्पन्न हुआ. ആ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. उनके अंदर जीवन था.
ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. वो जीवन मनुष्यों की ज्योति थी. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ജീവനുണ്ടോ, ആ ജീവനുള്ളവൻ മാത്രമേ आमेन. ശരിക്കും വെളിച്ചത്തിൽ നടക്കുന്നുള്ളൂ. जिसके अंदर ये जीवन है और ये रोशनी है, वो अपने रोशनी में चलेगा. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. हालेलुया. ഈ ജീവൻ നിത്യജീവനെ കുറിച്ചാണ് പറയുന്നത്. ये जीवन जो अनंत जीवन के बारे में बता रहा है. ആര് ഈ നിത്യജീവന്റെ അവകാശികളായിത്തീരുന്നോ, ആര് ഈ നിത്യജീവനെ പ്രാപിച്ചു കൊള്ളുന്നോ, അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. जो ये अनंत जीवन को पाएगा या अनंत जीवन में जाना चाहता है, उनकी आंखें जो है खुल जाएगा. അവിടെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. आमेन. ज्योति अंधकार में चमकती है और अंधकार ने उसे ग्रहण ना किया. അപ്പം ഈ വെളിച്ചം ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ വെളിച്ചത്തെ അറിയാത്ത, മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ജനമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ ആ യഹൂദയിൽ ഉണ്ടായിരുന്നവർ. इस रोशनी को, इस अनंत जीवन को नहीं समझने वाले लोग थे यीशु मसीह के आने से पहले तक की उस जमाने में रहने वाले यहूदी लोग. മോശയ്ക്ക് ശേഷം അനേക നേതാക്കന്മാർ ഇസ്രായേൽ ജനങ്ങളെ നടത്തുവാനിടയായി. मूसा के बाद जो है बहुत सारे अगुवाई करने वाले, बहुत सारा अगुवा जो है उनको चलाया. നമ്മളെ ശാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഏലി പുരോഹിതനെ പറ്റി. हम समूएल की किताब में पढ़ते हैं एली पुरोहित के बारे में. അദ്ദേഹത്തിൻ്റെ പ്രായം അധികരിച്ചു പോയി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ കാഴ്ചകൾ കുറഞ്ഞു. हाँ, उनके वो जो है बुजुर्ग हो गया, उनकी आंखें बंद हो गया, दिखाई नहीं देता था. അതുകൊണ്ട് അദ്ദേഹം ഏലി പുരോഹിതൻ ഇസ്രായേൽ ജനങ്ങളെ നയിക്കുവാൻ ദൈവമാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ലീഡറായിരുന്നു. इसराइल लोगों को चलाने के लिए परमेश्वर के द्वारा स्थापित एक अगुवा था वो एली. എന്നാൽ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ കാഴ്ചയില്ലാതെ പോയി, വെളിച്ചമില്ലാതെ പോയി. लेकिन इनकी आंखें जो है बंद हो गया, वो उनको सही ढंग से दिखाई नहीं देता. അതുകൊണ്ട് ശരിക്കുള്ള പാതയിൽ ആ ജനങ്ങളെ നടത്തുവാൻ ദൈവമാക്കി വെച്ചിരുന്ന ഇടയന് കഴിഞ്ഞില്ല. इसलिए उस इस्राएल लोगों को सही ढंग के रास्ते में चलाने के लिए वो लायक नहीं था परमेश्वर की इच्छा के अनुसार. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആ കാലഘട്ടം മുതൽ ഇസ്രായേൽ ജനങ്ങൾ ഈ അന്ധന്മാരായിരിക്കുന്ന, ആത്മീയ അന്ധന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ലീഡർഷിപ്പിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ അവരെ ആ ജനത്തെ നടത്തുവാനിടയായി. इसलिए उस समय जो इसराइल के लोगों को जो अंधे में पड़े हुए, जो दिखाई नहीं देता या आत्मिक रीति से जो अंधे लोग हैं, उनकी अगुवाई में उनको चलना पड़ा. ജനം നിത്യ നരകത്തിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നാശത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തുടങ്ങി. लोग जो है अनंत नरक में या नाश में चलने लगा. അതുകൊണ്ട് ദൈവം നമ്മൾ 53-ാം സങ്കീർത്തനത്തിലൊക്കെയും വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് ദൈവം എന്ത് ചെയ്യാണ്, മനുഷ്യപുത്രന്മാരെ സ്വർഗത്തിൽ നിന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. हम भजन संहिता में पढ़ते हैं, परमेश्वर स्वर्ग में से दृष्टि की कि परमेश्वर को खोजने वाला कोई बुद्धिमान है या नहीं. എല്ലാവരും കൊള്ളാരുതാത്തവരായി പോയെന്നാ हर പറഞ്ഞിരിക്കുന്നത്. एक जो है मूर्ख है, कोई भी नहीं ढूंढ रहा परमेश्वर. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, എല്ലാവരും സത്യം തിരിച്ചറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് അവരെ നടത്തുവാൻ ആളില്ലാത്തത് കൊണ്ട് ഇരുളിൽ പെട്ടുപോയെന്ന അതിൻ്റെ അർത്ഥം. हर एक व्यक्ति जो है उनको सही ढंग से चलाने के लिए, अगुवाई करने के लिए कोई नहीं था, इसलिए सब लोग अंधेरे में पड़े हुए करके हम देखते हैं. അതുകൊണ്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ഭവനത്തിലാണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് പോയി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹാ കറണ്ട് പോയല്ലോ എന്ന് പറയുകയില്ല. അന്നേരം നമ്മൾ ക്യാൻഡിൽ കത്തിക്കാൻ നോക്കും, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ നോക്കും. നമുക്ക് വെളിച്ചമാണ് ഏറ്റവും അത്യാവശ്യം. हाँ, जब हम अपने घर में भी अगर शायद लाइट चली जाएंगे तो पूरे अंधेरा हो जाता है. उस समय हम खुशी नहीं मनाते. उस समय हम क्या करते हैं, कोई मोमबत्तियाँ जलाने के लिए कोशिश करते हैं, रोशनी लाने के लिए हम कोशिश करते हैं. അങ്ങനെയുള്ളൊരു ആത്മീയ അന്ധതയുടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൂരിരുട്ടിൻ്റെ മധ്യത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയമായപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ എത്തിയിരുന്നത്. ऐसे एक बहुत ज़्यादा अंधेरा की अवस्था में था पूरे इस्राएल के लोग, तब यीशु मसीह का आना हुआ. ജനത്തിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ആരൊക്കെ അവരെ നയിക്കുന്നു, ഓരോ ലീഡർഷിപ്പ് എഴുന്നേൽക്കുന്നു,
ജനം ഓരോ ലീഡർഷിപ്പിൻ്റെ പുറകെയും അവർ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് അവരെ ഫോളോ ചെയ്യുന്നു. लोगों को पता नहीं थे कि खुद क्या करें करके उनको जो अगुवाई लोग जो बोलते थे वो भी अंधे में बड़े हुए लोग थे, इसलिए वो जो बताते हैं उसको करते जा रहे हैं. അവരും എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ കാര്യം. उनको भी नहीं पता था कि हम लोग क्या कर रहा. അവരെന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ അവരുടെ ഹിതമനുസരിച്ച് അവരുടെ കസേര നിലനിർത്തുവാൻ, അവരുടെ ഇരിപ്പിടം നിലനിർത്തുവാൻ ഒക്കെയും അവർ പരിശ്രമിക്കുന്നു. അതിനെ കുറച്ച് പേരെ അവർ കൂട്ടിച്ചേർക്കുന്നു, അവരുടെ കൂടെ ജനം ആയി പോകുന്നു. वो लोग भी अपने कुर्सियों को बचाने के लिए कुछ करते जा रहे हैं, लोगों को इकट्ठा कर रहे हैं, अपने साथ जोड़ रहा है. ऐसे दुनिया चलता जा रहा था. കഴിഞ്ഞ ദിവസം ഞാൻ യൂതൻ എന്ന് പറയുന്നതായ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് കാണാൻ അനേക ലീഡേഴ്സ് യഹൂദന്മാരെ നിലനിർത്തുവാൻ അല്ലെങ്കിൽ സംരക്ഷിക്കുവാൻ എന്നുള്ള പേരിൽ യഹൂദയിലും യെരുശലേമിലും ഒക്കെ എഴുന്നേൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. मैंने पीछे एक ऐसे उस एक सीडी को देखा है कि यहूदी लोगों के बारे में बताने वाला, उसमें वहाँ पे हम देख सकते हैं कि बहुत सारे ऐसे अगवा लोग राजा लोग खड़े हो गए कि इनको सुरक्षा देने करके बोलने वाले. മത്യാസ്, യൂദാസ് എന്നൊക്കെയും പറയുന്നതായി ഒത്തിരി ലീഡേഴ്സ് പല ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു കാലഘട്ടം അങ്ങനെ യഹൂദന്മാരെ സംരക്ഷിക്കുവാൻ എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. एक एक जमाना जब बीत जाएंगे तो दूसरे राजा खड़ा हो जाते हैं कि इनको सुरक्षा देने के लिए बोलते हैं. हर एक राजा हर एक समय पर खड़ा होते हुए मैंने देखा है. എന്നാൽ ഇവരെല്ലാവരും എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ഒരു ഗ്രാഹ്യം അവർക്കില്ല. लेकिन ये लोग क्या कर रहे हैं करके उनको कोई समझ नहीं था. പലരും യുദ്ധം ചെയ്യുന്നു, പലരും ഒളിപ്പോരുകൾ നടത്തുന്നു, പലരും ആ ഒരു ജനക്കൂട്ടത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ എല്ലാവരും തോറ്റുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. उन लोगों को बचाने के लिए वो लोग लड़ाई लड़ रहे हैं, आपस में लड़ रहे हैं, ये सारे मैंने देखा है. लेकिन हर लोग जो हारते हुए मैंने वहाँ पे देखा. എന്നാൽ നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. लेकिन इब्रानियों की किताब में हम आएंगे तो उसका पहला अध्याय पहले वचन में हम पढ़ते हैं. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. हमें लिखा है, पूर्व युग में परमेश्वर ने बाप दादाओं से थोड़ा थोड़ा करके और भांति भांति से भविष्यवक्ताओं के द्वारा बातें करके इन दिनों के अंत में हमसे पुत्र के द्वारा बातें की, जिससे उसने सारी वस्तुओं का वारिस ठहराया. അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ആദാം മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരോടും ദൈവം ഈ വെളിച്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് സത്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, മനസ്സിലാക്കി കൊടുത്തിരുന്നു. वहाँ से हम समझ सकते हैं कि आदम से लेकर उनके बाद जो भी आया है, हर एक भविष्यवक्ताओं से, हर एक लोगों से परमेश्वर ने बताया था कि एक रोशनी आने वाला है. എന്നാൽ അവർക്കാർക്കും അത് പൂർണ്ണമായി ഗ്രഹിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. लेकिन वो लोग पूरी तरह से उसको समझ नहीं पाया. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ കാറ്റിൽ കെടാൻ പോകുന്ന ദീപം പോലെ ചെറിയ ഒരു വെളിച്ചം കണ്ടുകൊണ്ട് ആ വെളിച്ചത്തിൽ അവരുടെ തലമുറകളെ അവർ നടത്തിയിരുന്നു. उसका ऐसे बताए तो हमें पता चल जाएगा एक जो हवा चल रहा है वहाँ पे एक दिया जल रहा है, लेकिन वो दिया भी बुझने लायक है. इतने कम रोशनी, उस कम रोशनी में उन्होंने अपने पीढ़ियों को चलाया. എന്നാൽ പിതാവായ ദൈവം അതാണ് പറയുന്നത്, സ്ത്രീയിൽ തക്ക സമയത്ത് യഥാർത്ഥ വെളിച്ചത്തെ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. लेकिन पिता परमेश्वर जो है एक स्त्री के द्वारा एक सच्चा रोशनी को इस दुनिया में भेजा. അതിനെക്കുറിച്ചാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ യഥാർത്ഥ വെളിച്ചമുണ്ടായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ ജീവൻ, സത്യജീവൻ, നിത്യജീവൻ, അത് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. हम यूहन्ना समाचार में पढ़ते हैं यीशु मसीह के अंदर एक सच्चा रोशनी, एक आनंद जीवन था. ആ നിത്യജീവനെ കുറിച്ചാണെങ്കിൽ അത് നിത്യ വെളിച്ചത്തെക്കുറിച്ചാണ് ഇവർക്കെല്ലാവർക്കും പ്രവാചകന്മാരിൽ കൂടെ ദൈവം അറിവ് കൊടുത്തിരുന്നത്. उस सच्चे जीवन के बारे में, उस आनंद जीवन, उस सच्चे रोशनी के बारे में परमेश्वर ने सारे लोगों को बताया था. എന്നാൽ അവരെല്ലാവരും ഞാൻ പറഞ്ഞില്ല, കാറ്റത്ത് അണയാൻ പോകുന്ന ദീപം പോലെ അതിനെ പ്രാപിച്ചിരുന്നത് കൊണ്ട്, മനസ്സിലാക്കിയിരുന്നത് കൊണ്ട്
പലരും അതുമായി യാത്ര ചെയ്തു, വഴിയിൽ വെച്ച് ദീപം കെട്ടുപോയി, പലരും അത് മനസ്സിലാക്കിയില്ല. അവർ ആ ഇരുളിൽ തന്നെ പിന്നെയും യാത്ര ചെയ്യാൻ തുടങ്ങി. അവരെ ഫോളോ ചെയ്ത് വരുന്നവരും ആ ഇരുളിൽ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി. इसलिए वो बहुत कम तरीके से उसको समझ पाया था, इसलिए उस कमी घटी के अगुवाई के अनुसार बाकी लोगों को भी उन्होंने चलाया. അതുകൊണ്ട് പറ്റിയ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനം മുഴുവൻ അന്ധകാരത്തിലായിപ്പോയി. इसलिए सारे लोग जो अंधकार में पड़ गया. ഇന്നും നാം കാണുന്നത്, നമുക്ക് ഈ ഭൂമിയിൽ ഇന്നത്തെ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയും, അനേക നേതാക്കന്മാർ എഴുന്നേൽക്കുന്നു, അനേക അല്ലെങ്കിൽ ലീഡേഴ്സ് എഴുന്നേൽക്കുന്നു. പക്ഷേ അവരെല്ലാവരും മനുഷ്യനെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. आजकल के ज़माने में भी हम देख सकते हैं कि बहुत सारे राजा लोग, अधिकारी लोग खड़े हो रहे हैं, लेकिन वो लोग भी लोगों को, सारे दुनिया को जो है अंधेरा में ही लेके चल रहे हैं. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥമായ വെളിച്ചം ഇവിടെ പ്രകാശിക്കുക, അല്ലെങ്കിൽ പൂർണ്ണ രൂപത്തിലുള്ള വെളിച്ചം ഈ ഭൂമിയിൽ പ്രകാശിക്കുവാൻ തുടങ്ങിയത്. यीशु मसीह इस दुनिया में आने के बाद ही है जो सही ढंग का रोशनी जो है इस दुनिया में प्रकट हुआ. കാരണം യേശു ക്രിസ്തു ആയിരുന്നു യഥാർത്ഥ വെളിച്ചം. क्योंकि यीशु मसीह ही सच्चे रोशनी थे. ഈ വെളിച്ചത്തിൽ ജനം നടക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പദ്ധതി. इस रोशनी में लोग चले करके परमेश्वर की इच्छा था. കാരണം യഥാർത്ഥ വെളിച്ചത്തിൽ നടന്നാൽ മാത്രമേ യഥാർത്ഥ പാത കാണുവാൻ കഴിയത്തുള്ളൂ, യഥാർത്ഥ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. इसलिए हम सही रोशनी में चलेंगे, तभी हमें सही रास्ता दिखाई देगा, तभी हम सच्चे लक्ष्य में, उस लक्ष्य तक हम पहुंच पाएंगे. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത്, അന്ധകാരത്തിലും ഇരുളിലും ഇരുന്ന ജനങ്ങൾ വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് യഹൂദയെക്കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ഒക്കെയും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം പറയുവാനിടയായി. इसलिए हम वचन में पढ़ते हैं कि यीशु मसीह के जन्म के बाद जो है उस अंधेरे में पड़े हुए लोग एक बहुत बड़ा रोशनी को देखा है करके. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 4:5 ഇങ്ങനെ വായിച്ചത്, ഹല്ലേലൂയ, വെളിച്ചം, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. वहाँ पे हम यूहन्ना सुसमाचार उसका 1:5 में हम पढ़ते हैं, ज्योति अंधकार में चमकती है और अंधकार ने उसे ग्रहण नहीं किया. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ വെളിച്ചം എവിടെ പ്രകാശിക്കുന്നോ അവിടെ അന്ധകാരത്തിന് യാതൊരു കാര്യവും ഉണ്ടായിരിക്കത്തില്ല. जहाँ पे ये रोशनी जो प्रकट होते हैं वहाँ पे अंधकार का कोई काम नहीं. എന്ന് പറഞ്ഞാൽ നിത്യജീവനെ കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ആർക്ക് ലഭിക്കുന്നോ അവിടെ പിശാചിന് ഒരു കാര്യവും ചെയ്യുവാൻ കഴിയത്തില്ല. इसका मतलब ये है कि जो सही ढंग का जो रोशनी या जिनकी आंखें खुल जाती है, परमेश्वर के बारे में समझ आ जाती है, वहाँ पे शैतान कार्य नहीं कर पाएगा. യേശു ഇവിടെ വന്ന് എന്താ ചെയ്തത്? यीशु मसीह पृथ्वी में आके क्या किया? തന്നിലുള്ള വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. अपने अंदर की रोशनी दूसरों को भी दिया. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പലയിടങ്ങളിലും ആരാധനാലയങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിലും മെഴുകുതിരിയോ ദീപങ്ങളോ ഒക്കെ കത്തിച്ചു വെക്കും. हमने ऐसे संस्थाओं को देखा है जहाँ पे मोमबत्ती या कोई दिया जला के आराधना करने वाले. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു മെഴുകുവത്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ദീപത്തിൽ നിന്നോ മറ്റുള്ള ദീപങ്ങളെ കത്തിക്കും. हाँ, वो एक मोमबत्ती से दूसरों को जलाते हैं. ഒരു ദീപമുണ്ട്, അനേക ദീപ പെട്ടികൾ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ മെഴുകുതിരികൾ ഇരിപ്പുണ്ട്, അതൊന്നും കത്തുന്നില്ല. ഈ ഒരു ദീപം അതിനെ കത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം ഒരു ദീപമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദീപം പല ദീപങ്ങളിലേക്ക് തൻ്റെ പ്രകാശം പകർന്നു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ചുറ്റുപാട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വലിയ പ്രകാശപൂരിതമായി അവിടെ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. हाँ, वहाँ में हम देख सकते हैं एक दिया जो पहले एक ही दिया था, वो एक दिया है, दूसरे दियाओं को भी जलाते हैं, तब वहाँ पे एक बहुत बड़ा रोशनी दिखाई देते हैं. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. इसलिए परमेश्वर ने कहा है कि आप दुनिया की रोशनी हो. ദൈവജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്നും നിത്യജീവനെ പ്രാപിച്ചവരെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. परमेश्वर से रोशनी पाया हुआ लोगों के बारे में परमेश्वर ने बताया था. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 5:14. मत्ती सुसमाचार उसका 5:14. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. आप इस दुनिया के रोशनी हो. നിങ്ങളാണ് ഇനി, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ വന്നു നിങ്ങളിലേക്ക് എന്ത് ചെയ്തു? आमीन. ഈ സത്യ വെളിച്ചത്തെ, നിത്യ വെളിച്ചത്തെ കത്തിച്ചിരിക്കുക. क्योंकि मैं उस जो सच्चे रोशनी जो इस दुनिया में आ गया, तो उस रोशनी को एक दिया से जला दिया गया है. ഞാൻ നിങ്ങളിലേക്ക് അത് പകർന്നിരിക്കുക. आप लोगों के ऊपर मैंने वो डाल दिया ആ है. സത്യം നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നിരിക്കുക. वो सच्चाई में आपको प्रकट कर दिया है. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, എനിക്ക് അപ്പോയിൻമെന്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന സമയം കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോവുക. हाँ, मेरा काम खत्म हो गया, मैं वापस जा रहा हूँ. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുക.
मैं अपने पिता के पास जा रहा हूँ। എന്തിനാണ് പിതാവിൻ്റെ അടുക്കൽ പോകുന്നത്? पिता के पास क्यों जा रहा? അനേക വാസസ്ഥലങ്ങൾ അവിടെയുണ്ട്. वहाँ पे बहुत सारे घरें हैं। ഈ സത്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ പ്രകാശം പ്രാപിച്ചവരെ അവിടെ എത്തിക്കുവാൻ, അവിടെ കൊണ്ടുചെല്ലുവാൻ, അവരെ സ്ഥിരമായി അവിടെ താമസിപ്പിക്കുവാൻ അനേക വീടുകൾ അവർക്ക് വേണ്ടി ഒരുക്കണം. ये सच्चाई को जानने वाले लोगों को वहाँ तक पहुँचाने के लिए या वहाँ रहने के इंतजाम मुझे करना है. അതിനുവേണ്ടി ഒരു ഒരുക്കത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുവാൻ വേണ്ടി യേശു പോയിരിക്കുന്നു. ചുമ്മാ പോയതല്ല യേശു. इसलिए यीशु मसीह वहाँ की तैयारी करने के लिए एक लोगों को वहाँ इकट्ठे करके लेके जाने के लिए एक तैयारी उनको करना है. പക്ഷെ ഇവിടെ उसको सजाने के लिए ഇവിടെ പ്രകാശം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. लेकिन इस पृथ्वी के अंदर यीशु मसीह से उस रोशनी को पाए हुए लोगों के अंदर एक जिम्मेदारी है. അതെന്താണ്? वो क्या है? അവരെ മറ്റുള്ളവരിലേക്ക് പ്രകാശം പകരണം. वो दूसरों को भी वो ज्योति को, वो रोशनी को पहुंचाना है. അതല്ലേ യേശു വന്നത്. യേശു എന്ന വലിയ വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. सबसे बड़ा ज्योति, सबसे बड़ा रोशनी यीशु मसीह है. അവിടെ വെച്ചിരുന്ന എല്ലാ ദീപങ്ങളെയും അത് കത്തിച്ചു. वहाँ पे रखा हुआ हर एक दियों को उन्होंने जला दिया. ഇനി ആ ദീപങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? अब इस दियों का क्या जिम्मेदारी है? ആ ദീപങ്ങൾ ചെല്ലുന്ന അന്ധകാരത്തിലുള്ള സകല ഇടങ്ങളിലും പുതിയ ദീപങ്ങളെ കത്തിക്കണം. हाँ, जहाँ जहाँ ये दिया पहुँच जाते हैं वहाँ के लोगों को या वहाँ के दियों को जलाना इनका काम है. അതുകൊണ്ടാണ് യേശു ഒരു കൈമാറ്റം, ഒരു വലിയൊരു കൈമാറ്റം ജനങ്ങളിലേക്ക് നടത്തിയത്, ദൈവത്തെ അറിഞ്ഞവരിലേക്ക് നടത്തിയത്. അതാണ് നമ്മൾ ഈ വായിച്ച വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇതാണ്. ഇനി നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആദ്യം നമ്മൾ വായിച്ചു, ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ PSCയിലൊക്കെ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഹൂ ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്? ജീസസ് ഇസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതാണ് ശരിക്കുള്ള ആൻസർ. हाँ, हर एक क्वेश्चन पेपर में भी आजकल बच्चों के पढ़ाई में हम देख सकते हैं कि आजकल सवाल पूछा जाता है कि दुनिया के रोशनी कौन है. तो पूछा वो उसका उत्तर यही है कि यीशु मसीह है. യേശു ഭൂമിയുടെ വെളിച്ചമാണ്, സത്യമാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ യേശു വന്ന് ഇപ്പം ആ വെളിച്ചം ഇവിടെ ഇല്ല. ഇവിടെ ലൈറ്റ് കത്തി കിടക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ലൈറ്റ് ഇപ്പോൾ ഇവിടുത്തെ വെളിച്ചമാണ്. പക്ഷേ ഈ ലൈറ്റ് വേറെ ചില ലൈറ്റുകളെ പ്രകാശിപ്പിച്ച് ഈ ലൈറ്റ് അങ്ങ് പോയി. അപ്പോൾ ഈ ലൈറ്റ് അല്ല ഇപ്പോഴത്തെ വെളിച്ചം ഇവിടുത്തെ. हाँ, ये जो हमारे सामने जो दिखाई देने वाली लाइट जो है वो हमें दिखने में आपको सहायता करते हैं, लेकिन उसको जला के वो दूसरे कुछ दियों को जला के वो हट गया है. ഇനിയും അതിനാൽ ജ്വലിപ്പിക്കപ്പെട്ട കുറച്ച് വിളക്കുകൾ ഇവിടെയുണ്ട്. अब उसके द्वारा जो रोशनी पाया हुआ कुछ लोग हैं, ആ വിളക്കുകളാണ് ഇനി ഭൂമിയുടെ വെളിച്ചം. अब वो दिया जो है वो है अब इस दुनिया की रोशनी. ഇപ്പൊ യേശു അല്ല ഈ ഭൂമിയുടെ വെളിച്ചം. अब यीशु मसीह नहीं है इस दुनिया की रोशनी. പിന്നെയോ ഇപ്പോഴത്തെ വെളിച്ചമാരാണ്? യേശുവിനാൽ ജ്വലിപ്പിക്കപ്പെട്ട കുറച്ച് വിളക്കുകൾ ഇവിടെ ഉണ്ട്. यीशु मसीह के द्वारा उस रोशनी पाया हुआ कुछ दिया है. ആ വിളക്കുകളാണ് ഇപ്പോൾ ഈ ലോകത്തിന്റെ വെളിച്ചം. अब वो दिया है इस दुनिया की रोशनी. അതാണ് യേശു മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 5:14 പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. इसलिए यीशु मसीह ने 5:14 में कहा है कि आप जगत की ज्योति हो. ഇനി കർത്താവ് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. കർത്താവിന് അറിയാം ഇത് സംഭവിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം കർത്താവിന് അറിയാം. ഈ വിളക്കൊന്നും വെളി കാണാൻ പോകുന്നില്ല. हाँ, यीशु मसीह को पता है कि ये दिया जो है बाहर दिखाई नहीं देगा कुछ दिन बाद. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയിൻ കീഴിൽ കൊണ്ട് വയ്ക്കരുത്. हाँ, इसलिए यीशु मसीह ने कहा है कि इस दिया को जला के तुम उस पैमाने के नीचे मत रखो. 5:15 आमीन. മാത്യു 5:15. ഈ വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി അത് പറയിൻ കീഴിൽ വയ്ക്കരുത്. आमीन. और इस दिया को जलाकर पैमाने के नीचे नहीं परंतु दीवट पर रखना. പിന്നെ എവിടെ വെക്കണം? തണ്ടിന്മേൽ വയ്ക്കണം. कहाँ पे रखना है? दीवट के ऊपर रखना है. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പറയിൻ കീഴിൽ, തണ്ടിന്മേൽ എന്നൊക്കെയുള്ളതായിരിക്കുന്ന പദങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ആ പഴയ കാലഘട്ടത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ പന്തങ്ങൾ കത്തിച്ചായിരുന്നു. സ്ട്രീറ്റുകളിലെല്ലാം പന്തങ്ങൾ കത്തിച്ചു വെക്കും. जब पुराने काल में हम देख सकते हैं उस समय जो बिजली वगैरह नहीं होता था, उस समय जो है लकड़ के ऊपर कपड़ा बांध के उसको दिया बना के हर एक नुकड़ नुकड़ पे कोने कोने पे लगाया जाता. അരൺമനകളിൽ അല്ലെങ്കിൽ വീടുകളിലൊക്കെയും ഈ പില്ലറുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം മേളിൽ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന കാണാം. അതെല്ലാം പന്തങ്ങൾ, രാത്രിയാകുമ്പോൾ പന്തങ്ങൾ കത്തിച്ചു. അത് അവിടെയാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് വേണം? തണ്ടിന്മേൽ, തണ്ടെന്ന് ഉദ്ദേശിക്കുന്ന പന്തത്തെയാണ്.
हाँ, उस पुराने काल में महलों में, घरों में, सब जहाँ पे रोशनी उनको चाहिए था, तो वो उस दीवट के ऊपर उस दिया को रखा जाता था। നമ്മളാരും ലൈറ്റ് കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ആർക്കും കാണാത്തിടത്ത് അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് മേശയ്ക്ക് കീഴിലോ ഒന്നും കൊണ്ട് വെക്കത്തില്ല. हम कोई भी ऐसा काम नहीं करते हैं कि हम मोमबत्ती को जला के कोई बर्तन के नीचे या पलंग के नीचे या मेज के नीचे नहीं लगाया കാരണം जाएगा, അത് ഏറ്റവും ഉയർന്ന സ്ഥലത്തെ കൊണ്ട് വയ്ക്കുന്നത്. കാരണം അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകണം. क्योंकि वो ऊंचे स्थान में रखा जाता है कि उस रोशनी हर एक को मिल पाए. ആമേൻ. हमें അതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, आप जगत की ज्योति हो, ഞാൻ നിങ്ങളെ കത്തിച്ചിരിക്കുകയായിരുന്നു. मैंने आप लोगों को जला दिया है. എന്തിനു വേണ്ടിയാണ്? किस लिए? മറ്റുള്ള ഇരുട്ടിൽ വസിക്കുന്നവർക്കും വെളിച്ചം നിങ്ങൾ പകരുവാൻ. जो अंधेरे में पड़े लोगों को रोशनी देने के लिए. എന്നിട്ട് 5:14 കർത്താവ് വീണ്ടും പറയുകയാണ്, और 5:14 में परमेश्वर फिर कह रहे हैं, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. जो पहाड़ पर बसा हुआ जो शहर जो है वो छिप नहीं पाएगा. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരാൻ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്. അനേകരിൽ ദൈവം ഈ വിളക്ക് കത്തിച്ചെങ്കിലും ഇന്നും ഈ വിളക്ക് കത്തിക്കപ്പെട്ട അനേകരും മറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കൾ ഇന്ന് വെളിപ്പെടുന്നില്ല. അത് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം. मैं आज की दुख की बात बताना चाहता हूँ कि आजकल परमेश्वर से पाया हुआ उस रोशनी जो है लोग दूसरों को नहीं दे पा रहे हैं, वो सब लोग आज भी छुपा हुआ जैसा है. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ലോകം അറിയുന്നുണ്ടോ? आपके बारे में और मेरे बारे में कोई दूसरे लोग समझ पा रहा? ഞാനും നിങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു പോവുകയല്ലേ? हम लोग भी दूसरे लोगों के जैसा ही इस दुनिया में रहते जा रहे हैं. എന്നിലും നിങ്ങളിലും എന്തെങ്കിലും വ്യത്യാസം നിങ്ങളുടെ ചുറ്റുപാടുള്ളവരും നിങ്ങളുടെ സമൂഹത്തിലുള്ളവരും കാണുന്നുണ്ടോ? आपके आस पड़ोस में रहने वाला आपके अंदर कोई अलगापन या कोई बदलावट दिखाई दे रहा है उनको? ലീഡേഴ്സിനെ പോലും അതാ ഞാൻ പറഞ്ഞ ലീഡേഴ്സും എന്ത് ചെയ്യുകയാണ്, അവർ ഒരു കൂട്ടം ജനത്തെ നയിക്കുകയാണ്. अगवा करने वाले लोग भी एक झुंड को चला रहे हैं, आगे लेके जा रहे പക്ഷെ പുതിയ ഇടങ്ങളിൽ അവർ വിളക്ക് കത്തിക്കുന്നില്ല. हैं, लेकिन नए जगह में वो अपने दिया को नहीं जला रहा. അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിരിക്കുന്ന ഒരു ये കാര്യം. आजकल की बड़ी दुख की बात है. അതാ കർത്താവ് പറഞ്ഞത്, ലൈറ്റ് ഈ വിളക്ക് കത്തിച്ചിട്ട് എന്ത് ചെയ്യരുത്, ആർക്കും പ്രയോജനമില്ലാത്ത സ്ഥലത്ത് ഈ വിളക്ക് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. इसलिए यीशु मसीह ने कहा जाए कि अगर आप ये दिया को जला दिया तो वो कोई नीचे किसी को नहीं दिखाने लायक जगह पे रहने से कोई फायदा नहीं है. 5:15 കർത്താവ് എന്താ പറയുന്നത്? വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലെത്തെ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. हमें लोग दिया जलाकर पैमाने के नीचे नहीं परंतु दीवट पर रखते हैं, तब उससे घर के सब लोगों को प्रकाश पहुंचता അപ്പോൾ है. ദൈവമക്കൾ മറ്റുള്ളവർക്ക് പ്രകാശം തരത്തക്ക രീതിയിൽ ഈ ഭൂമിയിൽ വെളിപ്പെടണം. इसका मतलब यह है कि परमेश्वर के लोग दूसरे लोगों के सामने एक दिया बन के, परमेश्वर की रोशनी बन के प्रकट होना है. ആമേൻ. ഹല്ലേലൂയ. हालेलुया. അത് ഇന്ന് കാണാൻ കഴിയുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഈ കർത്താവ് പറഞ്ഞ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. लेकिन ये बात आजकल दिखाई नहीं देता है. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ദൈവമക്കളെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പോലും കാണാൻ കഴിയുന്നു. ഇന്നെല്ലാം എന്താ പറയുന്നത്, മതമായി മാറിപ്പോയിരിക്കുക. ആ ദൈവമക്കളെന്നുള്ള ഗ്രൂപ്പ് പോലും ഒരു മതത്തിലേക്ക് മാറിപ്പോയി. हाँ, आजकल ये परमेश्वर के बच्चा या संतान करके कोई भी नहीं दिखाई दे रहा. सब लोग एक संस्था बन के अपने अपने निजी संस्था बना के अलग हो गया है. അവിടെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, उसके അങ്ങനെ 16वां തന്നെ अध्याय आयत में ऐसे लिखा है, നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. आमीन. उसके 16 में लिखा है, उसी प्रकार तुम्हारा उजाला मनुष्यों के सामने चमके कि वे तुम्हारे भले कामों को देखकर तुम्हारे पिता की जो स्वर्ग में है बड़ाई करें. നിത്യ വെളിച്ചമായിരിക്കുന്ന യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? जो आनंद रोशनी वाला उस यीशु मसीह जो है इस पृथ्वी में किस लिए आया? നിങ്ങളിലേക്ക് വെളിച്ചം പകരാൻ. आपके ऊपर वो रोशनी डालने के. നിങ്ങളിലേക്ക് എന്തിനാ വെളിച്ചം പകർന്നത്? आपके ऊपर वो रोशनी क्यों डाला गया? നിങ്ങളുടെ വെളിച്ചം കണ്ട് പിതാവിനെ അവർ മഹത്വപ്പെടുത്തണം. आपके उस महारोशनी को देख के पिता को महिमा देने के लिए. ആമേൻ. हालेलुया. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. परमेश्वर की इच्छा यही था. എന്നാൽ ഇത് നടക്കുന്നുണ്ടോ ഇന്ന് ഈ നാളുകളിൽ? लेकिन आजकल ये हो रहा. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. हम उसके बारे में सोचना चाहिए. നിങ്ങൾ പറയും ഞങ്ങളുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർമാരുണ്ട്, ഞങ്ങളുടെ അച്ഛന്മാരുണ്ട്. അല്ല, ഈ വെളിച്ചം എല്ലാവരിലേക്കുമാണ് പകരപ്പെട്ടിരിക്കുന്നത്.
आप लोग बोल सकते हैं कि हमारे पासवान लोग हैं, हमारे अगवा करने वाले लोग हैं, लेकिन ऐसा नहीं है। ये रोशनी जो हर एक के ऊपर डाला गया है। ഞാനായിരിക്കുന്നിടത്ത് ഞാനും എൻ്റെ കുടുംബവുമാണ് ഈ ദേശത്തിൻ്റെ വെളിച്ചം. जहाँ पे मैं हूँ वहाँ पे मैं और मेरा परिवार हूँ इस आस पड़ोस की रोशनी। അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവുമാണ് ആ ചുറ്റുപാടിൻ്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ, ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ, ആ സ്ട്രീറ്റിൻ്റെ, ആ സ്ഥലത്തിൻ്റെ വെളിച്ചം നിങ്ങളാണ്. जहाँ पे आप हैं वहाँ पे आप और आपके परिवार है, उस मकान के, उस बिल्डिंग के, उस आस पड़ोस की रोशनी। നിങ്ങൾ എത്ര പേരിലേക്ക് വെളിച്ചം പകർന്നു? आप कितने लोगों के ऊपर वो रोशनी डाल दिया? നിങ്ങളിലേക്ക് വെളിച്ചം പകർന്നിരിക്കുന്നത് നിങ്ങൾ ആ വെളിച്ചത്തിൽ ജീവിക്കാൻ മാത്രമല്ല, आप लोगों के ऊपर ये रोशनी इसलिए नहीं दिया है कि खाली आप ही लोग उस रोशनी में रहे। ആമേൻ. आमीन। മറ്റുള്ളവരിലേക്ക് നമ്മൾ വെളിച്ചം പകരാൻ വേണ്ടി दूसरे लोगों के ऊपर भी आपको वो रोशनी देना है। ഹല്ലേലൂയ. हालेलुया। നമ്മൾ അവരിലേക്ക് ആ വെളിച്ചം പകരുന്നില്ലെങ്കിൽ ആ പകരപ്പെട്ട വെളിച്ചം വാങ്ങിച്ചവർ വേറൊരാളിലേക്ക് പകരപ്പെടണം. जो मिला हुआ वो रोशनी दूसरे के ऊपर नहीं देगा तो മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. दूसरे के ऊपर भी वो देना है। അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നത്. इसलिए परमेश्वर ने हमें एक दिया बन के, एक रोशनी बन के खड़ा किया है। അപ്പൊ നമ്മൾ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുന്നില്ലെങ്കിൽ अगर हम ऐसा नहीं करें तो ഒരിക്കലും കർത്താവിനെ അല്ലെങ്കിൽ പിതാവിനെ മഹത്വം ഉണ്ടാവുകയില്ല. कभी भी वो परमेश्वर के नाम की महिमा नहीं അപ്പൊ നാം ആകുന്ന വെളിച്ചം കെട്ടുപോകരുത്, അണഞ്ഞു പോകരുത്. हम खुद की जो दिया जो रोशनी है वो बुझना नहीं चाहिए। ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ജ്വലിച്ചുകൊണ്ടിരിക്കണം. हम हमेशा जो है रोशनी देते रहना चाहिए। നമ്മിൽ നിന്നും മറ്റുള്ളവർ വെളിച്ചം സ്വീകരിക്കണം. हमारे से जो दूसरे लोग भी उस रोशनी को पाना है। ആമേൻ. हालेलुया। എന്നാൽ മാത്രമേ അവർ പ്രകാശിക്കുവാൻ തുടങ്ങത്തുള്ളൂ. तब वो लोग भी रोशनी देने അപ്പൊ लगे। എത്ര പേര് പ്രകാശിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്? कितने लोग हमारे से ज्योति पाया है या रोशनी पाया है? ഞാൻ പറഞ്ഞു വന്ന ഇതുവരെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് എനിക്ക് അറിയാം. मेरी बोली हुई बातें आपको सही ढंग से समझ में नहीं आ रहा होगा। പരിശുദ്ധാത്മ എനിക്ക് പ്രകാശനം തരുന്നു, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കട്ടെ. पवित्र आत्मा मुझे अगुवाई दे रहे हैं कि दोबारा बोलने के लिए। ഒരു വലിയൊരു ഓഡിറ്റോറിയം നിങ്ങൾ വിചാരിച്ചോളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ലളിതവൽക്കരിച്ചു തരാം. പെട്ടെന്നൊരു പ്രകാശനം പരിശുദ്ധാത്മാവിൽ നിന്ന് എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. हाँ, एक बहुत बड़ा हॉल, बहुत बड़ा ऑडिटोरियम, ഇരുട്ടാ. उसके अंदर पूरा अंधेरा है, എന്നാൽ അതിനകത്ത് ഒത്തിരി മെഴുകുതിരികൾ വെച്ചിട്ടുണ്ട്. लेकिन उसके अंदर बहुत सारा मोमबत्तियां रखा हुआ है, ഒന്നും കത്തിച്ചിട്ടില്ല. कुछ भी नहीं जला हुआ। ഒരു വ്യക്തി ആ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് ഫുൾ കുറ്റാക്കൂരിട്ട് ഇരുട്ടാണ്, നിങ്ങൾ അത് ഭാവനയിൽ കാണുക. हाँ, ये पूरे तरह अंधेरा, बिल्कुल कुछ भी नहीं दिखाई दे रहा, बिल्कुल अंधेरा अंधेरा। അകത്ത് ഇഷ്ടംപോലെ മെഴുകുതിരികൾ അവിടെ ഇവിടങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. अंदर बहुत सारे मोमबत्तियां जगह जगह पे रखा हुआ है। ഒരു വ്യക്തി ഒരു വെളിച്ചവുമായിട്ട് അകത്ത് വരുന്നു, ഒരു മെഴുകുതിരി കത്തിച്ചതുമായിട്ടോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ദീപവുമായിട്ടോ അകത്ത് വരുന്നെന്ന് വിചാരിക്കുക. हाँ, एक व्यक्ति जो है वहाँ पे एक दिया लेके एक मोमबत्ती लेके अंदर आ रहा। ഇപ്പം വെളിച്ചമുണ്ടോ അവിടെ? अब रोशनी है वहाँ ഉണ്ട്. पे? തീർച്ചയായിട്ടും ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് മാത്രം വെളിച്ചം കാണും. हाँ, अब जहाँ पे वो व्यक्ति खड़ा है वहाँ पे उनके हाथ की रोशनी उसी से थोड़ा दिया है। ബാക്കി ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത് ആ വെളിച്ചത്തിൻ്റെ പ്രഭയിൽ അവ്യക്തമായി ചില കാഴ്ചകളെ കാണാനൊക്കത്തുള്ളൂ. उस रोशनी से जो है बाकी उस ऑडिटोरियम के अंदर जो है खगमी घटी से आपको बिल्कुल थोड़ा थोड़ा सा दिखाई देगा। എന്നാൽ ഈ വ്യക്തി ഒരു മെഴുകുതിരി കത്തിച്ചു എന്ന് വിചാരിച്ചു കൊള്ളുക. हाँ, लेकिन इन्होंने एक मोमबत्ती को जला दिया। ഇപ്പം എന്തായി? ആ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വെളിച്ചവും ആ ഒരു മെഴുകുതിരിയുടെ വെളിച്ചവുമുണ്ട്. ആ കുറ്റാക്കൂരിട്ടായിരുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ആ മെഴുകുതിരി ഇരിക്കുന്ന അല്ലെങ്കിൽ ആ വെളിച്ചങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം മാത്രം പ്രകാശിക്കാൻ തുടങ്ങും. अब उन्होंने एक मोमबत्ती को जलाया तो उस मोमबत्ती के साथ साथ एक मोमबत्ती और हो गया, तो उसके साथ थोड़ा सा रोशनी और हो गया। അതുകൊണ്ട് ആ ഓഡിറ്റോറിയം മുഴുവൻ വെളിച്ചം കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? हाँ, उससे भी वो पूरे ऑडिटोरियम रोशनी से भर गया करके हम नहीं बोल सकते। ഒരിക്കലുമില്ല. कभी नहीं। അപ്പം എന്ത് ചെയ്യണം? क्या करना चाहिए? ആ ഓഡിറ്റോറിയം മുഴുവൻ വെളിച്ചമുള്ളതായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? तो उस पूरे ऑडिटोरियम जो रोशनी से भरना है तो क्या करना चाहिए? ഈ വെളിച്ചങ്ങൾ അവിടെയെല്ലാം കത്തിക്കപ്പെടുവാൻ വെച്ചിരിക്കുന്ന മെഴുകുതിരികളിലേക്ക് പകരപ്പെടണം. ये रोशनी जो है वहाँ पे जो पड़ा हुआ हर एक मोमबत्ती को जलाना चाहिए। അപ്പോൾ ഓരോ മെഴുകുതിരിയും, ഒന്നാമത്തെ മെഴുകുതിരി കത്തിച്ചു, അല്പം വെളിച്ചമുണ്ടായി. एक पहला मोमबत्ती को जलाया तो थोड़ा रोशनी हो गया, രണ്ടാമത്തെ മെഴുകുതിരി കത്തിച്ചു, വീണ്ടും അല്പം വെളിച്ചമുണ്ടായി. दूसरे को जलाया तो थोड़ा रोशनी और बढ़ गया, 3, 4, 5
കുറേശ്ശെയായിട്ട് വെളിച്ചം കൂടുവാൻ തുടങ്ങി. 3, 4, 5 थोड़ा थोड़ा बढ़ने लगा. ആ ഓഡിറ്റോറിയത്തിലുള്ള എല്ലാ മെഴുകുതിരികളും കത്തിക്കപ്പെട്ടു. उस ऑडिटोरियम के अंदर जितनी भी मोमबत्तियां थे सबको जला ഇപ്പൊ दिया നിങ്ങൾ गया. നിങ്ങളുടെ ഭാവനയിൽ ആ ഓഡിറ്റോറിയത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ अब आप उसको थोड़ा महसूस करके देखिए. ആ वहाँ ഓഡിറ്റോറിയം മുഴുവൻ നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. वो पूरा ऑडिटोरियम आपको साफ तरीके से दिखाई देगा. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവും ഇതാണ് ആഗ്രഹിച്ചത്. हमारे परमेश्वर भी यही इच्छा रखते हैं. കർത്താവ് നമ്മളിലേക്ക് വെളിച്ചം പകർന്നു. परमेश्वर हमारे ऊपर रोशनी डाल दिया. ആ പകരപ്പെട്ട വ്യക്തി വേറൊരാളിലേക്ക് വെളിച്ചം പകർന്നു. उस दिया हुआ वो रोशनी जो दूसरे के ऊपर डाल दिया, ആ വ്യക്തി വേറൊരുവനിലേക്ക് വെളിച്ചം वो പകർന്നു. तीसरे को दे दिया. അങ്ങനെ ലോകത്തുള്ള സകലമേലും ഈ വെളിച്ചം പകരപ്പെടും. अब ये दुनिया के अंदर हर एक के ऊपर वो रोशनी को बांटा गया. ഹല്ലേലൂയ. വെളിച്ചം പകരപ്പെടുന്നവരെല്ലാം വ്യക്തതയിൽ നടക്കുവാൻ തുടങ്ങും. उस जो रोशनी पाया हुआ हर एक व्यक्ति जो है एक सफाई में एक साफ सुथरे रास्ते में चलने लगा. ആർക്ക് ഈ വെളിച്ചം പകരപ്പെട്ടിട്ടില്ലയോ അവരെല്ലാം അന്ധതയിൽ നടക്കുവാൻ തുടങ്ങും. जिन लोगों के ऊपर ये रोशनी नहीं पहुंचा है वो अभी भी अंधेरे में है. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്തിൽ അന്ധതയിൽ നടക്കുന്നവരാണോ കൂടുതൽ? ഞാൻ ഫിസിക്കൽ അന്ധതയെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീയ അന്ധതയെക്കുറിച്ചാണ്. मैं അന്ധതയിൽ നടക്കുന്നവരാണോ കൂടുതൽ അതോ വെളിച്ചൽ നടക്കുന്നവരാണോ കൂടുതൽ? मैं शारीरिक उस अंधता के बारे में नहीं बता रही हूँ. पूरे दुनिया के लोगों के जो आत्मिक आंखें जो जिनके बंद है उनके बारे में बता रहा हूँ. इस दुनिया के अंदर कौन से लोग ज़्यादा है, जो अंधेरे में चलने वाले या रोशनी में चलने वाले? ആത്മീയപരമായി വിവേചിക്കുവാൻ കഴിയുന്ന ഈ ശബ്ദം കേൾക്കുന്നവരോടാണ് ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. आत्मिक रीति से इनको परखने वाले लोगों से मैं पूछ रहा हूँ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഓഡിറ്റോറിയം മുഴുവൻ മെഴുകുതിരികൾ പ്രകാശിച്ചിട്ടുണ്ടെന്ന്? हाँ, इस हॉल के अंदर या उस ऑडिटोरियम के अंदर सारे लोग सारे दिया जो है जल गया करके आप समझ रहे हो? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ ആത്മീയ കണ്ണുകൊണ്ടുകൊണ്ട് നിങ്ങൾ ദർശിച്ചോ? നിങ്ങൾക്കത് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? आपकी उस आत्मिक आंखों से आप उसको समझ पा रहे हैं? ഈ ഓഡിറ്റോറിയം മുഴുവൻ പ്രകാശിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? उस पूरे हॉल के अंदर रोशनी हुआ करके आप समझ सकते हो? ഇല്ലെങ്കിൽ അത് നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും തെറ്റാണ്. नहीं है तो वो आपकी और मेरी कमी घटी है. എന്താണ്? നാം പലപ്പോഴും നമ്മുടെ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ കൊണ്ടുവച്ചു. क्योंकि हम बहुत बार जो है इस दिया को जला के पैमाने के नीचे रखा है. അതിനെ തണ്ടിന്മേൽ വെച്ചില്ല. उसको दीवट के ऊपर रखना है. അല്ലെങ്കിൽ വേറൊരു വിളക്ക് കത്തിച്ചില്ല നമ്മൾ. नहीं तो एक दूसरे दिया को हमने जलाया नहीं. പലപ്പോഴും നമ്മുടെ ദർശനം മങ്ങിപ്പോയി. बहुत बार हमारे जो दर्शन जो है कम था. ഈ ഏലി പുരോഹിതന്റെ കണ്ണുകൾ മങ്ങിപ്പോയതുപോലെ, ദർശനം കുറഞ്ഞുപോലെ, കാഴ്ച കുറഞ്ഞതുപോലെ പലപ്പോഴും ദൈവമക്കളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ദർശനം കുറഞ്ഞുപോയി. जैसे एली याजक के उनके आंखें बंद पड़ा हुआ था, उनके जैसा हमारा भी आंखें जो आत्मिक आंख जो है बंद पड़ा हुआ. ഞാനൊരു ലീഡറെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സഭ നടത്തുന്ന വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീയപരമായി ആ ദർശനമുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവരോടാ ചോദിക്കുന്നത്. मैं कोई ऐसा अगुवा के बारे में नहीं कह रहा हूँ, कोई कलीसिया चलाने वाले कोई पासवान के बारे में नहीं बता रहा हूँ. എനിക്കറിയാം ഇതിനകത്ത് ഒത്തിരി പരിപാടികളുണ്ട്. ഇതിനകത്ത് ബിസിനസ്സുണ്ട്, ഇതിനകത്ത് യഥാർത്ഥ ആത്മീയരുണ്ട്, ഇതിനകത്ത് കപടഭക്തിക്കാരുണ്ട്, ഇതിനകത്ത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. അവരെക്കുറിച്ചൊന്നും ഐ എം നോട്ട് ബോദർ അബൌട്ട് ദാറ്റ്. मैं उनके बारे में नहीं बता रहा हूँ, क्योंकि परमेश्वर के इस काम के बीच में भी अपने बिजनेस चलाने वाले भी हैं, परमेश्वर के कार्य को पूरी तरह से करने वाले लोग भी हैं, बहुत अलग अलग तरीके से चलाने वाले എൻ്റെ लोग हैं. ചോദ്യം ഇന്ന് ഈ പകൽക്കാലം ഒറ്റ ഒരാളോട് മാത്രമേ ഉള്ളൂ. കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, आमीन. അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ പറയപ്പെട്ട ആ വ്യക്തികളോടാണ് എൻ്റെ ചോദ്യം. मैं खाली एक व्यक्ति से, या कुरिन्थियों की किताब में लिखा हुआ एक वचन है, आत्मिक व्यक्ति सब चीज़ों को परखता है लेकिन वो खुद कोई चीज़ से परखाया नहीं जाता. आमीन. उस व्यक्ति से मैं पूछ रहा हूँ. നിങ്ങളുടെ ഓഡിറ്റോറിയം, നിങ്ങളുടെ വിഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഓഡിറ്റോറിയം, ആ ഏരിയ, ആ ബൗണ്ടറി, അതെല്ലാം പ്രകാശപൂരിതമാണ്. हाँ, आप जहाँ पे रहते हैं उस आस पड़ोस की जगह, उस जो आपके दर्शन जहाँ तक पहुँचता है वहाँ के पूरे एरिया जो है पूरा प्रकाशमान है. അവിടെ ഉള്ളവർ അന്ധതയിലാണ് നടക്കുന്നത് അതോ ആത്മീയ പ്രകാശത്തിലാണ് നടക്കുന്നത്? वहाँ के लोग अभी भी अंधेरे में ही है कि परमेश्वर की उस रोशनी में चल रहा. അതിൻ്റെ കാരണം എന്താണ്? उसका कारण क्या है? നമ്മുടെ വിളക്ക് പറയിൻ കീഴിലാണോ തണ്ടിന്മേലാണോ നാം വെച്ചിരിക്കുന്നത്? उसका कारण हमारे जो दिया जो है वो पैमाने के नीचे है कि दीवट के ऊपर है. കർത്താവ് പറഞ്ഞു, യഹൂദന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, പരീശന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അവർ കുരുടർക്ക് വഴി കാട്ടുന്ന കുരുട കാട്ടി അവരെ വിടുവിൻ.
हाँ, यीशु मसीह ने कहा है वो अंधों को रास्ता दिखा रहे हैं, उनको छोड़ दीजिए। നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല, നമ്മൾ അതിനകത്തായി പോകും. हम दूसरों को अगर कमी गट्टी बताते रहेंगे तो हम भी उसी में फंसे रहेंगे। യേശു പറഞ്ഞു അവരെ വിടുവിൻ, उनको छोड़ दीजिए। നെഗ്ലക്ട് അവരെ മൈൻഡ് ചെയ്യണ്ട, അവരെ വിട്ടേര്, അവർ എന്തും ചെയ്തോട്ടെ. हाँ, वो कुछ भी करने दो, आप उनको ध्यान ना दो। പക്ഷെ നാം എന്ത് ചെയ്യും? लेकिन हम क्या करना है? നമ്മിൽ പകരപ്പെട്ട വെളിച്ചം, हमारे अंदर डला हुआ ये रोशनी, ഒരു ചോദ്യം ചോദിക്കട്ടെ, ആ വെളിച്ചം നമ്മളിൽ ഉണ്ടോ അതോ നമ്മളിൽ ആ വെളിച്ചം കെട്ടുപോയോ, നമ്മളിൽ ആ വെളിച്ചം എന്താ പറയുന്നത് അണഞ്ഞുപോയോ? हमें हमारे अंदर जो डला गया वो रोशनी जो है आपके अंदर है कि वो बुझ गया? നമ്മളിൽ വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കത്തിക്കാനൊക്കെ. हमारे अंदर रोशनी होगा तो हम दूसरों को जला सकते हैं। എന്നാലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വെളിച്ചമുള്ള ചിലരെങ്കിലും ഇപ്പോഴും ഉണ്ട്. लेकिन मैं विश्वास करता हूँ कुछ लोग आज भी है ऐसे रोशनी देने लायक। അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, നിങ്ങൾക്ക് വെളിച്ചം തന്നിരിക്കുന്നത് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കാൻ മാത്രമല്ല, വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പി തടയുന്നവരിലേക്ക് വെളിച്ചം പകരാൻ കൂടിയാണ്. मैं ऐसे लोगों से बता रहा हूँ, आप लोग खुद उस रोशनी में चलने के लिए नहीं, दूसरे लोगों को भी उस रोशनी में चलाने के लिए आपको परमेश्वर ने यहाँ पे रखा। അതിന് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. उसके लिए हम खुद उसके लिए समर्पण करें। എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് തന്നത് എനിക്ക് അറിയത്തില്ല. परमेश्वर ने क्यों ऐसा एक सोच मेरे अंदर आज डाला है? ഒരുപക്ഷെ പലരും ഇപ്പോഴത്തെ സിറ്റുവേഷനുകളും പരിസ്ഥിതികളും ഒക്കെയും കാണുമ്പോൾ നിങ്ങളുടെ ആത്മീയ തീഷ്ണത അല്ലെങ്കിൽ ആത്മീയ അഗ്നി കുറഞ്ഞു പോയോ എന്നൊരു സംശയം. आजकल की जो परिस्थिति के अनुसार आपके अंदर की जो है रोशनी कम हो गया, या आपके अंदर की परमेश्वर के लिए जो कार्य करने का इच्छा जो कम हो गया करके मेरे को एक डाउट आता है। വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ഒരു അവസ്ഥയിലാണോ എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്ന് സ്കാൻ ചെയ്യുക. हमें परमेश्वर के वचन में जैसे हम पढ़ते हैं तुम ठंडा भी नहीं और गर्म भी नहीं, ऐसे एक अवस्था में है तो उसके लिए हमें आपको ध्यान दिलाना। ഉഷ്ണവാനായി മാറുക. आप एक गर्म होने पाए, നമ്മളിലുള്ള വെളിച്ചം പ്രകാശിക്കട്ടെ. हमारे अंदर की दिया जलने पाए। നിങ്ങളും ഞാനുമാണ് ലോകത്തിന്റെ വെളിച്ചം. आप और हम, मैं हूँ इस दुनिया की रोशनी। നാം മാത്രം വെളിച്ചത്തിൽ നടക്കുവാനല്ല, हम लोग खाली अकेले रोशनी में रहने के लिए नहीं, മറ്റുള്ളവരിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുക. दूसरे लोगों के ऊपर भी वो दिया जाना അതിനാ चाहिए। ദൈവം നമുക്ക് ആ വെളിച്ചം നൽകി തന്നു. इसलिए परमेश्वर ने वो रोशनी हमारे ऊपर നമ്മുടെ डाला है। വെളിച്ചം പ്രകാശിക്കട്ടെ. हमारे ज्योति जलने पाए। അന്ധതയിലിരിക്കുന്ന അനേകര് വെളിച്ചത്തിലേക്ക് വരട്ടെ. जो अंधकार में पड़े हुए बहुत लोग उस रोशनी में आने അവിടെ पाए। നല്ല സമയം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുക. ऐसा एक अच्छा मौका परमेश्वर ने हमें എങ്ങനെ दिया है। ചെയ്യണം, എങ്ങനെ വെളിച്ചം പകരണം, ദൈവത്തോട് ചോദിച്ചാട്ടെ. कैसे रोशनी को दूसरे लोगों के ऊपर बांटने के लिए परमेश्वर ദൈവം से पूछिए। അനുവദിക്കുന്ന സമയങ്ങൾ വരെ ദൈവത്തിന് അതിനു വേണ്ടി ഒന്ന് കാത്തിരുന്നാട്ടെ. परमेश्वर के समय के अनुसार परमेश्वर की संगति में उसके लिए बैठे रहे। തീർച്ചയായിട്ടും ദൈവം നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കാനിടയാകും. जरूर परमेश्वर उसके लिए हमारा उपयोग करेगा। നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, अपनी आंखों को बंद करें, നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करेंगे। നാമാണ് വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം. हम इस दुनिया की ज्योति है। സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. स्वर्गीय पिता, इस आशीष भरा हुआ दोपहर के समय के लिए हम आपको धन्यवाद करते हैं। കർത്താവേ, ഞങ്ങളിൽ നീ പകർന്ന വെളിച്ചം അത് നിലനിൽക്കുന്നുണ്ടോ അണഞ്ഞുപോയോ എന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. परमेश्वर, हमारे अंदर आपके द्वारा डाला गया वो रोशनी बुझ गया या अभी भी है करके परखने के लिए हमारे ഞങ്ങൾക്ക് അതിൻ്റെ ഒരു अंदर വ്യക്തത നൽകി തരണമേ കർത്താവേ. हमें खुद के अंदर एक सफाई उसके लिए दीजिए। ഞങ്ങളിലെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഞങ്ങൾ ഇരുട്ടിലാണല്ലോ. अगर हमारे अंदर की वो रोशनी कम हो गई तो हम भी अंधेरे में है प्रभु। അതിനല്ല കർത്താവ് ഞങ്ങളിൽ വെളിച്ചം കത്തിച്ചത്. इसलिए नहीं आपने हमारे ऊपर रोशनी डाला। ഒന്നുകൂടെ ഞങ്ങളെ കത്തിക്കണമേ. एक बार और हमें जला दीजिए। ഒന്നുകൂടെ ഞങ്ങളിലുള്ള വെളിച്ചത്തെ വിളക്കിനെ കത്തിക്കണമേ കർത്താവ്. हमारे अंदर की दिया को एक बार और जला दीजिए प्रभु। വിളക്കുള്ളവർ കർത്താവെ അത് മറ്റുള്ളവരിലേക്ക് പകരാതെ പോയെങ്കിൽ അവർക്ക് പകരുവാനുള്ള ശേഷി കൊടുക്കണം. जिनके अंदर दिया आपने रोशनी दिया है प्रभु, उस दिया को दूसरे लोगों के ऊपर भी जलाने के लिए सहायता करें। ലോകം മുഴുവനും ആ നിത്യ വെളിച്ചത്തെ കാണുവാൻ ഇടവരുത്തണമേ. इस पूरे दुनिया जो है उस आनंद रोशनी को दिया को देखने पाए। അതിനുവേണ്ടി ജനങ്ങൾ നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ആലോചനകൾ കൊടുക്കണമേ. उसके लिए लोग आपके चरणों में बैठते हैं तो उनको आप आपकी इच्छा के अनुसार चलाइए, വഴി നടത്തണമേ, उनको चलाइए, ഗൈഡ് ചെയ്യണമേ. उनको अगवा करिए, അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സോഴ്സുകളെയും കൊടുക്കണമേ കർത്താവ്. उनके जरूरत के अनुसार सारी चीजों की पूर्ति करिए, എന്തുകൊണ്ടെന്നാൽ അവർ അങ്ങയുടെ നാമമഹത്തിനായി പ്രവർത്തിക്കുന്നു. क्योंकि वो आपकी महिमा के लिए कार्य അത് कर रहे അവിടുന്ന് പൂർണ്ണമായി ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. हैं। आप पूरी तरह से उसको कार्य ഈ करेंगे നാളുകളിൽ करके विश्वास ദൈവത്തിന്റെ करते സഭ हैं। ഒന്നുകൂടെ ഉണരട്ടെ കർത്താവ്. आजकल के दिन में आपकी कलिश एक बार और जाग नहीं पाए। ലോകത്തിന്റെ വെളിച്ചങ്ങളായിരിക്കുന്ന ഓരോ ദീപങ്ങളും കർത്താവെ ഒന്നുകൂടെ ജ്വലിക്കട്ടെ. इस दुनिया की ज्योति बन के रहने वाले हर एक दिया जो एक बार और जलने ഈ पाए। ഭൂമിയുടെ അന്ധകാരത്തിൽ നിന്നും കർത്താവെ വലിയൊരു വെളിച്ചം ജനം കാണുവാൻ ദൈവം അവരെ इस സഹായിക്കും. दुनिया की अंधेरा से एक बहुत बड़ा महान ज्योति लोग देखने पाए। കർത്താവരെ അനുഗ്രഹിക്കണം.
आप उनको आशीष करिए, അവരെ എടുത്തുപയോഗിക്കണം. आप उनको उपयोग करिए, നിങ്ങളുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. आपके नाम की महिमा के लिए कार्य കരങ്ങളിൽ करें। ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण ഞങ്ങൾക്ക് करते ഒരുക്കി हैं। നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. हमें दिया हुआ अच्छे इस मौका के लिए ഞങ്ങളെ धन्यवाद। ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ശ്രവിക്കുമെന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ. हमें सुनने वालों को जो अभी सुनते हैं प्रभु हर एक को हम आशीष करते हैं। അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കിടന്നാൽ സ്തോത്രം ചെയ്യുന്നു. आपने हमारी प्रार्थनाओं को सुन लिया इसलिए धन्यवाद। യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപ തോന്നണമേ. യേശുവിന്റെ നല്ല यीशु मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करिए हमारे നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും നമ്മെ ആശ്വസിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. आमीन। ഈ പകൽക്കാലം ജയന്ത ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आमीन। परमेश्वर आप सबको आशीष करने ഈ पाए। വർഷം പുതിയ ഒരു ബൈബിൾ സ്റ്റഡി, പുതിയ ഒരു സബ്ജക്റ്റുമായി നമ്മൾ ബൈബിൾ സ്റ്റഡി എല്ലാ ബുധനാഴ്ചയും 7:30 മുതൽ 8:30 വരെ ഗൂഗിൾ മീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിൽ നിങ്ങൾക്ക് തുടർന്ന് ലൈവിൽ വരുവാൻ കഴിയും. നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आमीन। इस नए साल में एक नए विषय के साथ हमने अपना बाइबल स्टडी शुरू किया है। बुधवार को शाम को 7:30 बजे। जो गूगल मीट जिनके पास है वो उसमें आने के लिए कोशिश करिए, जिनके पास नहीं है उसको डाउनलोड करके रखिए। God bless you. परमेश्वर आपको आशीष करे। Amen. हालेलुया।